ആദ്യത്തെ പോയിന്റ് 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റാണ് തേജ്. ഈ തേജിന് പേര് നൽകിയിട്ടുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റാണ് തേജ്. വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് അല്ലെ? അറബിക്കടലിലാണ്. ജസ്റ്റ് ഓർക്കാം, ഒന്നല്ലെങ്കിൽ അറബിക്ക് നല്ല തേജസ് ആണെന്നൊക്കെ ഓർത്ത് വെക്കാം. അങ്ങനെ നമുക്ക് തേജായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ തേജാന്ന് ഓർത്ത് വെക്കാം. അപ്പൊ തേജ് പിന്നെ ആ വെച്ചിട്ടുള്ള അറബിക്കടൽ. ഓക്കെ, എന്തായാലും പേര് നൽകിയിട്ടുള്ളത് രാജ്യം ഇന്ത്യയാണ്. അടുത്ത പോയിന്റ്, 2023 സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റ് ഹൈക്കുയി ചുഴലിക്കാറ്റാണ് കേട്ടോ. 2023 സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? ഹൈക്കുയി ചുഴലിക്കാറ്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ തായ്വാൻ എന്ന് പറയുമ്പോൾ വാൻ ആലോചിക്കാം അല്ലെ? വാനിലൊക്കെ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഹായ് എന്നൊക്കെ കാണിക്കാറില്ലേ, അല്ലെങ്കിൽ കുയി എന്നൊക്കെ കാണിക്കും അല്ലെ? അപ്പൊ തായ്വാനിൽ വീശിയുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? ഹൈക്കുയി ചുഴലിക്കാറ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. 2023 സെപ്റ്റംബറിലാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ പോത്തങ്കോട് തിരുവനന്തപുരത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലെ ആദ്യ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ പോത്തങ്കോട് തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വർക്കലയാണ്, തിരുവനന്തപുരത്ത്. ഓക്കെ, 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സർഫ് ഓർക്കാം അല്ലെ? നമ്മൾ വാഷ് ചെയ്യുന്ന തുണിയൊക്കെ കഴുകുന്ന സർഫ്, ഈ സർഫ് ഇട്ട് നല്ല വർക്കാണെന്ന് ഓർക്കാം അല്ലെ? അപ്പൊ വർക്കല. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വർക്കലയാണ്, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത പോയിന്റ്, 2024 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള രാജ്യം ലാവോസ് ആണ്. 2024 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള രാജ്യം ലാവോസ്. 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ജക്കാർത്തയാണ്. 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ജക്കാർത്തയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പൊ ജസ്റ്റ് ഓർക്കാൻ നമുക്ക് വേണമെങ്കിൽ ലജ്ജ എന്ന് ഓർക്കാം അല്ലെ? ലജ്ജ എന്ന് പറഞ്ഞാൽ ലാ വെച്ചിട്ട് ലാവോസും ജാ വെച്ചിട്ട് ജക്കാർത്ത. അപ്പൊ ആസിയാൻ ഉച്ചകോടി ഓർക്കാനായിട്ട് നമുക്ക് ആസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ കഴുത ആസ്, നമ്മൾ ആരെങ്കിലും ഒക്കെ ആസ് കഴുതാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള രാജ്യം ലാവോസും 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ജക്കാർത്തയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ വയനാടാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ വയനാടാണ്. ഓക്കെ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ലേ എല്ലാം വായിലേക്ക് ഇടും അല്ലെ? അപ്പൊ വയനാടായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഈ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ചുള്ള ആദ്യത്തെ കെട്ടിടം അമേസ് 28 അല്ലെ? അമേസ് 28 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ചുള്ള ആദ്യത്തെ കെട്ടിടം ഏതാണ്? അമേസിംഗ് ആയിട്ടുള്ള ഒരു കെട്ടിടം തന്നെയാണ് അമേസ് 28, തിരുവനന്തപുരം ജില്ലയിലെ. അടുത്ത പോയിന്റ്, 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? അരവിന്ദ് പനഗരിയ അല്ലെ? അരവിന്ദ് പനഗരിയ. ധനം പണം അല്ലെ? അപ്പൊ പനഗരിയ. ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം ആണ് കൃത്രിം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൃത്രിമാണ്. ഇന്ത്യയിൽ ആദ്യ സോളാർ സിറ്റി ഏതാ? സാഞ്ചിയാണ് അല്ലെ? അപ്പൊ സോളാർ സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സഞ്ചിയിൽ നിറച്ച് വെള്ളമൊക്കെ കൊണ്ട് പോകണം അല്ലെ? അപ്പൊ സാഞ്ചി പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ സിറ്റി സാഞ്ചി. ഓക്കെ, ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO ചോദിക്കുകയാണെങ്കിൽ മൈക്ക. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? റോബോട്ട് CEO ചോദിക്കുകയാണെങ്കിൽ മൈക്ക അല്ലെ? അപ്പൊ CEO ആണ്, അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് ഒക്കെ കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ. മൈക്ക, CEO ആണ് മൈക്ക. അപ്പൊ ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO ചോദിക്കുകയാണെങ്കിൽ മൈക്ക. 2023 ഫിലിപ്പൈൻസ്, ചൈന എന്നിവിടങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയുള്ള ചുഴലിക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡോക്സൂരിയാണ്, ഡോക്സൂരി. ഓക്കെ, ഫിലിപ്പൈൻസ്, ചൈന എന്നിവിടങ്ങളിൽ വീശിയുള്ള ചുഴലിക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡോക്സൂരി. ബഹിരാകാശത്തെ ആദ്യ ചലച്ചിത്രം നിർമ്മിച്ചിട്ടുള്ള രാജ്യം റഷ്യയാണ്. ബഹിരാകാശത്ത് നടത്തിയിട്ടുള്ള ചലച്ചിത്രമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആയിരുന്നു എന്ന് വെറുതെ ഓർത്ത് വെക്കാം. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നിട്ടുള്ളത് 2023 സെപ്റ്റംബർ 19 കേട്ടോ. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നിട്ടുള്ളത് 2023 സെപ്റ്റംബർ 19. അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ 2030 വരെ പൊതു പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ചിട്ടുള്ള ജെയർ ബോൾസൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ബ്രസീൽ അല്ലെ? ബോൾസൊനാരോ ബി വെച്ചിട്ട് തന്നെ ബ്രസീൽ കേട്ടോ. ജെയർ ബോൾസൊനാരോ ബ്രസീൽ. സൗരദൗത്യം നടത്തിയിട്ടുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. സൗരദൗത്യം നടത്തിയിട്ടുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം അല്ലെ? 2023 സാമ്പത്തിക നൊബേൽ അർഹയായിട്ടുള്ള ക്ലൗഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? US ആണ്. അപ്പൊ ക്ലൗഡിയ ഗോൾഡിൻ, ഗോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികവുമായിട്ട് എക്കണോമിക്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഗോൾഡ് നമുക്ക് ഇഷ്ടമാണെന്ന് ഓർക്കാം. അസ് അല്ലെ? അസ് അല്ലെങ്കിൽ US എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ
ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ്. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് TV ചന്ദ്രൻ. നമുക്ക് ജേഴ്സി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ജേഴ്സി ഇട്ടിട്ടുള്ള കളികളെല്ലാം നമ്മൾ ടിവിയിൽ കണ്ടു എന്നൊക്കെ ഓർക്കാം അല്ലെ. TV ചന്ദ്രൻ. ഇനി ടിവിനകത്ത് 2 അക്ഷരം, അപ്പൊ TV, അതുപോലെ തന്നെ 2022 കൂടെ ഓർത്തു വെക്കുക കേട്ടോ. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഇൻഡോർ ആണ്. ഓക്കെ, ഇൻഡോർ. ഇൻഡോർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, നമ്മുടെ വീടിനകത്ത് അല്ലെ ഇൻഡോർ എന്ന് പറയില്ലേ, വീടിനകത്ത് നമ്മളെല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കും അല്ലെ. അപ്പൊ സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം അപ്പൊ വളരെ ക്ലീൻ ആക്കി വെക്കുക, അതേപോലെ തന്നെ സ്വച്ഛാക്കി വെക്കുക എന്നൊക്കെ ഓർക്കാം. സ്വച്ഛ് വായു സർവേഷൻ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങൾ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഇൻഡോർ ആണ്. ഇനി 53ാമത്തെ ദാദാ സാഹിബ് പുരസ്കാരം നേടിയിട്ടുള്ളത് വഹീദ റഹ്മാനാണ്. ദാദാ വഹീദ അല്ലെ, ദാദാ വഹീദ എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. 53ാമത്തെ ദാദാ സാഹിബ് പുരസ്കാരം നേടിയിട്ടുള്ളത് വഹീദ റഹ്മാൻ. അടുത്ത പോയിന്റ് നോക്കാം. 6ാമത്തെ ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡ് ആണ്. അതിന്റെ അംബാസിഡർ അമിതാഭ് ബച്ചൻ ആണ് കേട്ടോ. അപ്പൊ 6ാമത്തെ ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡ്. ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഉത്തരം കണ്ടു കഴിയുമ്പോൾ അല്ലെ, കോപ്പി അടിക്കുമ്പോൾ ഉത്തരം കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കുക അല്ലെ. അപ്പൊ ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡ് എന്നുള്ളത് പഠിച്ചു വെക്കുക. പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അലിഡ ഗുവേരയ്ക്കാണ്. ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ചെക്വേരയുടെ മകളായിട്ടുള്ള അലിഡ ഗുവേരയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഗൗരിയമ്മേനകത്ത് ഗായൊക്കെ ഉണ്ടല്ലോ, ഗായും രായൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഗുവേര കേട്ടോ, അതിനകത്തും ഗായരായുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. അത് പഠിച്ചു വെച്ചേക്കുക. ഏതാണ് ആ പദ്ധതി? ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. സംസ്ഥാനത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ് അല്ലെ. OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് ആണ്. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ സി സ്പേസ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിലെ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ്. ഇനി നമുക്ക് സ്ഥലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഓർക്കാം, അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ ഓപ്പറേഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർക്കാം ഓപ്പറേഷൻ ദോസ്ത് അല്ലെ. അപ്പൊ ദോസ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദോസ്ത്, നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ടർക്കി തന്നു ഓർക്കാം. തുർക്കി കേട്ടോ, ടർക്കി എന്ന് പറയുമ്പോൾ തുർക്കി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇനി റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അപ്പൊ ഓപ്പറേഷൻ ഗംഗ യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ യുക്രൈൻ ആണ് കേട്ടോ, യുക്രൈൻ ആണ്. ഓക്കെ, അപ്പൊ യുക്രൈൻ എന്ന് പറയുമ്പോൾ UG എന്ന് ഓർക്കാം. അപ്പൊ യുക്രൈനും അതേപോലെ തന്നെ ഗംഗയായിട്ട് ഓർത്തു വെക്കാം കേട്ടോ. ഇനി ആഭ്യന്തര കലാപ രൂക്ഷമായിട്ടുള്ള സുഡാനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാവേരി. ഓക്കെ, ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഓപ്പറേഷൻ കാവേരി സുഡാനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാവേരി. ഞാൻ ഓർത്തു വെച്ചേക്കണത് സുഡോക്കു വെരി ടഫ് ഗെയിം ആണെന്നാണ് ഓർത്തു വെച്ചേക്കണത്. വെരി കാവേരി അത്ര നല്ല കോഡൊന്നുമല്ല, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി 2022 മെയ്യിൽ ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയയിൽ സൈന്യം നടത്തിയിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. അപ്പൊ ഒരു ഹോപ്പ് വേണം അല്ലെ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ 2023 മെയ്യിൽ ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയയിൽ സൈന്യം നടത്തിയിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഓപ്പറേഷൻ എല്ലാം നിങ്ങൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പഠിക്കുക. ദോസ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ടർക്കി അല്ലെ, കൂട്ടുകാർക്ക് ടർക്കി കൊടുത്തു എന്നൊക്കെ ഓർത്ത് വെക്കാം. ഗംഗ എന്ന് പറയുമ്പോൾ UG ആണ്, അപ്പൊ യുക്രൈനും ഗംഗയാണ്. പിന്നെ ഓപ്പറേഷൻ കാവേരി നമ്മുടെ സുഡോക്കു വെരി ടഫ് എന്നുള്ള രീതിയിൽ കാവേരി വെരി ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. പിന്നെ ഓപ്പറേഷൻ ഹോപ്പ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി 2023 ജാനുവരിയിൽ 100ാം വാർഷികം ആഘോഷിച്ചിട്ടുള്ള കുമാരനാശാന്റെ കവിതാ സമാഹാരമാണ് പുഷ്പവാടി കേട്ടോ, പുഷ്പവാടി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കുമാരനാശാന്റെ വീണ പൂവ് അറിയാം അല്ലെ. അപ്പൊ ആ പൂവ് വീഴാനുള്ള കാരണം അത് വാടിയത് കൊണ്ടാണെന്ന് ഓർക്കാം. അപ്പൊ പുഷ്പവാടി കേട്ടോ. ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. അപ്പൊ സുജലം പദ്ധതി എന്ന് പറഞ്ഞാല് കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിയാണ് സുജലം. 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത
ഓപ്പൺ ഹേമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? 5 പുരസ്കാരം. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ളത് ഗബ്രിയേൽ അത്താൻ ആണ് കേട്ടോ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗബ്രിയേൽ അത്താൻ ആണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ ഗബ്രി ഈ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ഒരു നടനില്ലേ ഗബ്രിക്ക് കുറെ ഫാൻസ് ഉണ്ടായിരുന്നു. വെറുതെ ഓർത്ത് വയ്ക്കാം. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൻ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ചുള്ള സാക്ഷരതാ പദ്ധതിയാണ് സമ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ സമത്വത്തിലേക്ക് നയിക്കുക എന്നൊക്കെ ഓർക്കാം. അപ്പൊ സമയാണ് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള സാക്ഷരതാ പദ്ധതിയാണ് സമ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ലെ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദുരാചാരി എന്ന് പറയുന്നത്. അത് ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നൊക്കെ ഓർക്കാം അല്ലെ. ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണെന്നൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 2023 പുരുഷ ലോകകപ്പ് ജേതാവ് ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. റണ്ണറപ്പ് പ്രജ്ഞാനന്ദ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ. റണ്ണറപ്പ് പ്രജ്ഞാനന്ദ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് അദിതി അശോക്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, അദിതി അശോക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ് ആണ് കേട്ടോ. ജസ്റ്റ് ഓർക്കാം, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ കാണാൻ കുറെ അതിഥികളൊക്കെ വരും അല്ലെ. അപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോൾ ഗോൾഫ് ആയിട്ട് കണക്ട് ചെയ്യാം അദിതി അശോക് കേട്ടോ. ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതയായിട്ടുള്ളത് ലിൻഡ യക്കാരിനോ. ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതയായിട്ടുള്ളത് ലിൻഡ യക്കാരിനോ. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. ഓരോ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ സ്മോക്ക് ഒക്കെ വരും അല്ലെ. ഇപ്പൊ നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് സ്മോക്ക് ഒക്കെ വരുന്ന ഓർക്കാം. ഓക്കെ, അപ്പൊ സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൌവിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് നമ്മുടെ ലക്കാണ് അല്ലെ, ലക്നൌ. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച് ആണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ പ്രൊഫറ്റ് സോങ് ആണ് അല്ലെ. അപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ, ലിഞ്ച് എന്ന് പറയുമ്പോൾ ലഞ്ച് ഓർക്കാം, ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ സോങ് ഒക്കെ കേട്ടാണ് ലഞ്ച് കഴിക്കുക. പ്രൊഫറ്റ് സോങ് അതേപോലെ തന്നെ ചിലപ്പോൾ ബുക്കൊക്കെ വായിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ. എക്സാം ഒക്കെ വരുന്ന സമയത്ത് ലഞ്ച് കഴിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച്, കൃതി പ്രൊഫറ്റ് സോങ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജോർജി ഗോസ്പോഡിനോവ് ആണ്. നോവല് ചോദിക്കുകയാണെങ്കിൽ ടൈം ഷെൽട്ടർ കേട്ടോ, ടൈം ഷെൽട്ടർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? സുധാമൂർത്തി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളതാണ് സുധാമൂർത്തി. ഇംഗ്ലീഷ് ബാലസാഹിത്യം കേട്ടോ, സുധാമൂർത്തി. കൃതി ചോദിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ്. കൃതി ഏതാണ്? ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ് കൃതി. ഇനി പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് പ്രഖ്യാപിച്ചുള്ളത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പൊ മദ്രാസ് ഹൈക്കോടതി പൗരന്മാരെ പോലെ തന്നെ നിയമപരമായിട്ട് എല്ലാ അവകാശങ്ങളും ഉള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് ഹൈക്കോടതിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മദ്രാസ് ഹൈക്കോടതി അല്ലെ. മദ്രാസ് ഹൈക്കോടതിയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. ഓക്കെ, ബഹിരാകാശത്തൊക്കെ പോകുമ്പോൾ ഒരു ഗോപിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണം എന്ന് ഓർത്തു വെക്കാം. ഗോപിചന്ദ് തോട്ടക്കുറ. GPT ബദലായിട്ടുള്ള എലോൺ മസ്ക് അവതരിപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് ഗ്രോക്ക്. GPT ബദലായിട്ട് എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രോക്ക് ആണ്. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ല. ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാട് ജില്ല. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണ് പോയം 3. അപ്പൊ പോയം 3യുടെ ഫുൾ ഫോം അറിയണ്ടേ? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ആണ് പോയം അല്ലെ. P വെച്ചിട്ട് PSLV, O ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ. അപ്പൊ ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ്? പോയം 3. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി അല്ലെ. നമ്മുടെ സർവശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ജമ്മു കാശ്മീരിലെ ആക്രമണത്തിനെതിരെയൊക്കെ തടയണം എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി.
ഇനി MGNREGA കേരളത്തിലെ പുതുക്കിയ വേതനം 346 റുപ്പീസ് ആണ്. 346 റുപ്പീസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഈ പറഞ്ഞിട്ടുള്ള പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ച് നമ്മൾ ഇന്നലെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം കർണാടക. ഓക്കെ, അപ്പൊ 10 കിലോ അരിയൊക്കെ നൽകുന്ന ഒരു സ്കീമാണ് അല്ലെ. 10 കിലോ അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറ് വേണം, നടന്ന് പിടിച്ചുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഓർക്കാം. അപ്പൊ കാർ അല്ലെങ്കിൽ കർണാടക എന്നുള്ളത് ഓർക്കാം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചുള്ള രാജ്യം ഐവറി കോസ്റ്റ്. ഏത് രാജ്യമാണ്? ഐവറി കോസ്റ്റ് അല്ലെ. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ പരിസ്ഥിതി ദിനമാണ്, എല്ലായിടത്തും ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണം, വെളുത്തിരിക്കണം, അല്ലെങ്കിൽ ഐവറി കളറിൽ ഇരിക്കണം എന്നൊക്കെ ഓർക്കാം. ഐവറി കോസ്റ്റ് ആണ്. ഓക്കെ, ഐവറി കോസ്റ്റ്. 2024 സൗദി അറേബ്യ ആണ് കേട്ടോ. അപ്പൊ 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഐവറി കോസ്റ്റ് ആണ്. 2024 സൗദി അറേബ്യ. 2023 നടന്നിട്ടുള്ള ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ളത് നീരജ് ചോപ്രയാണ്. 2023 നടന്നിട്ടുള്ള ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ളത് നീരജ് ചോപ്ര. ബഹിരാകാശത്തെ 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ടുള്ള ഡോക്ടർ സുൽത്താൻ അൽ നെയ്ദി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ UAE ആണ്. അപ്പൊ ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ടുള്ള ഡോക്ടർ സുൽത്താൻ അൽ നെയ്ദി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ UAE. ഇനി സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ചോദിക്കുകയാണെങ്കിൽ നീരാക്ഷി അല്ലെ. അപ്പൊ വെള്ളത്തിനടിയിൽ, നീരിനടിയിൽ അല്ലെ, നീരാക്ഷി. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീപ് ധൻകർ ആണ്. ഓക്കെ, 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജഗദീപ് ധൻകർ. എത്ര വർഷത്തേക്ക് 106 ഭരണഘടന ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? 15 വർഷത്തേക്ക് കേട്ടോ. എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടന ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? 15. പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രോസ് ആൻഡ് ലുഹെയ്ലർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലാണ്. ഓക്കെ, ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഫിസിക്സ് എന്ന് പറയുമ്പോൾ നല്ല ഫിസിക്കുള്ള ഒരു ആൺ ഗോസ്റ്റ്, നല്ല ഫിസിക്കുള്ള ഒരു ആൺ ഗോസ്റ്റ് വന്നപ്പോ നമ്മൾ ക്രോസ് കാണിച്ചു എന്ന് ഓർക്കാം കേട്ടോ. ക്രോസ് കാണിച്ചു. അപ്പോൾ ആൻ ലുഹെയ്ലർ ക്രോസ് എന്ന് പറയുമ്പോൾ ഫെറൻ ക്രോസ്, അഗോസ്റ്റിനി നമ്മുടെ ഫിസിക്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്നും 13,000 റൺസ് നേടിയിട്ടുള്ള താരം വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലി. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. ചുങ്താങ് എന്ന് പറയുമ്പോൾ ഒരു താങ്ങ് കൊടുക്കണം അല്ലെ. നമുക്ക് അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ, സിക്കൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു താങ്ങ് വേണം എന്നൊക്കെ ഓർക്കാം. അപ്പൊ ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിക്കിമിലാണ്. 2023 നടന്നിട്ടുള്ള ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്? 18ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. 2023 നടന്നിട്ടുള്ള ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ 18. 2023 പുറത്തിറങ്ങിയിട്ടുള്ള കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. 2023 പുറത്തിറക്കിയുള്ള കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ചോദിക്കുകയാണെങ്കിൽ അത് പച്ചക്കുതിരയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു. ബംഗളൂരു എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അപ്പൊ ഭൂഗർഭ ബംഗളൂരു കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണാവുന്ന മൃഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് കേട്ടോ. ഏത് മൃഗമാണ്? കുതിച്ചു ചാടുന്ന ചീറ്റ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കണേ. ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം? M ലീലാവതി. ആരുടെ ആത്മകഥയാണ്? ധ്വനി പ്രയാണം. ആരുടെയാണ്? M ലീലാവതി. എന്നുള്ളത് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഡ്യൂററ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായിട്ടുള്ളത് കൊൽക്കത്തയായിരുന്നു. അതിൽ വിജയിച്ചിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് അല്ലെ. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പഠിച്ചു വയ്ക്കുക. 2023 ഡ്യൂററ്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായിട്ടുള്ളത് കൊൽക്കത്ത. ചാമ്പ്യൻസ് ചോദിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ 75ാമത്തെ ആയിരുന്നല്ലോ. അപ്പൊ 75 രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടായിരുന്നത്. ഇനി 7ാമത്തെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് ന്യൂഡൽഹിയാണ്. ഓക്കെ, ഏഴാമത്തെ സ്പൈസ് കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ന്യൂഡൽഹി. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് ആണ്. ഓക്കെ,
അപ്പൊ ജസ്റ്റ് ഓർക്കാം, തെന്നി വീഴുമ്പോൾ നമുക്ക് ഹെൽപ്പ് വേണമെന്ന് ഓർക്കാം അല്ലെ, തെന്നി വീഴുമ്പോൾ ഹെൽപ്പ് വേണമെന്ന് ഓർക്കാം. ഹാലപ്പ്. ടെന്നീസ് ആണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ചിട്ടുള്ള സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ടെന്നീസ് ആണ്. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള പ്രളയം നടന്നിട്ടുള്ള രാജ്യം ലിബിയ. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള പ്രളയം നടന്നിട്ടുള്ള രാജ്യം ലിബിയ ആണ്. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയിട്ടുള്ള പ്രിയൻ സൈൻ ഏത് സംസ്ഥാനക്കാരിയാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ആണ് കേട്ടോ. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയിട്ടുള്ള പ്രിയൻ സൈൻ ഏത് സംസ്ഥാനക്കാരിയാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ. രാജസ്ഥാൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ, രാജസ്ഥാൻ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയാണ്. അടുത്ത പോയിന്റ്, മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തിട്ടുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഓക്കെ, ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തിട്ടുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരി. 2024 ICC ലോകകപ്പിന് വേദിയാകുന്നത് USA-യും അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ, രണ്ടും പഠിച്ചു വെച്ചേക്കാം. 2024 ലോകകപ്പിന് വേദിയാകുന്നത് ഏതൊക്കെയാണ്? USA-യും അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് കേട്ടോ, USA, വെസ്റ്റ് ഇൻഡീസ്. നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഓഗസ്റ്റ് 23 അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ദിവസമാണ് 2023 ഓഗസ്റ്റ് 23. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത്? ബാക്കു എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ്. ഓക്കെ, എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ, മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായിട്ടുള്ളത് ബാക്കു അല്ലെ, ബാക്കു. അപ്പൊ ബാക്കിലാക്കി എന്നൊക്കെ ഓർക്കാം, ബാക്കു. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയുള്ള ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയുള്ള ആദ്യത്തെ രാജ്യം ഇന്ത്യ. 47ാമത്തെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വയലില് തുമ്പികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പൊ ശ്രീകുമാരൻ തമ്പി. 47ാമത്തെ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. 71ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് വേദിയായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. 71ാമത്തെ മിസ് വേൾഡ് മത്സരത്തിന് വേദിയായിട്ടുള്ള രാജ്യം ഇന്ത്യ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കിരിതാശ്വരി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ കേട്ടോ, കിരിതാശ്വരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. അടുത്ത പോയിന്റ് നോക്കാം, കേരള സർക്കാർ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ്. ബധിരരായിട്ടുള്ള കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രുതി തരംഗം. ഓക്കെ, അപ്പൊ ശ്രുതി അല്ലെങ്കിൽ തരംഗം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയാം. അപ്പൊ ചെവിയുമായിട്ടുള്ളത് ഓർക്കാം അല്ലെ. അപ്പൊ ബധിരരായിട്ടുള്ള കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതി തരംഗമാണ്. അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. സ്നേഹസ്പർശം. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. ഓക്കെ, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? വയോമിത്രം. വയോമിത്രം. അടുത്ത പോയിന്റ് നോക്കാം, വൃക്ക രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഓക്കെ, താലോലം. അപ്പൊ വൃക്ക രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് താലോലമാണ് അല്ലെ, താലോലം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? ആയുർദളമാണ്. അപ്പൊ ആയുർദളം എന്ന് കേൾക്കുമ്പോൾ ആയുർവേദമാണെന്ന് വിചാരിക്കരുത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. ഓക്കെ, ഇനി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ആരോഗ്യ പദ്ധതി ബാലമുകുളം. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോരുത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ബാലമുകുളം, ബാലന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെ, ബാലമുകുളം.
അടുത്ത പോയിന്റ് നോക്കാം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ സുകൃതമാണ് അല്ലെ. സുകൃത സിനിമയിലെ ക്യാൻസറുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ സുകൃതമാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി അല്ലെ. അതിൽ അഭിനയിച്ചുള്ള നടനും മമ്മൂട്ടി തന്നെയാണ്. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സീതാലയം. അപ്പൊ സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും, നമുക്കറിയാലോ സീതേനെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞപ്പോ സീതയ്ക്ക് നല്ലൊരു ശക്തി ഉണ്ടായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സീതാലയം. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം അല്ലെ. ബോധം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവം. ഓക്കെ, അപ്പൊ HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ സ്നേഹപൂർവം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തിച്ച് പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പിലായിട്ടുള്ള രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി ഏതാണ്? സാന്ത്വനം. ഓക്കെ, സാന്ത്വനം. അവർക്കൊരു സാന്ത്വനം നൽകുക അല്ലെ. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? അന്നദായിനി അല്ലെ. അന്നത്തിൽ നിന്ന് പോഷകമൊക്കെ കിട്ടുന്ന ഓർക്കാം അല്ലെ, അന്നദായിനി. അടുത്ത പോയിന്റ്, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ. അപ്പൊ സ്മൈൽ ചെയ്ത് നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെ. അപ്പൊ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ. അതേസമയം മന്ദഹാസം വെപ്പുപല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പുഞ്ചിരി മതി അല്ലെ, ചെറിയൊരു മന്ദഹാസം മതി എന്ന് ഓർക്കാം, തമ്മിൽ മാറിപ്പോരുത്. കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഓർക്കാം, അവർക്കൊരു ചെറിയൊരു ധനസഹായം കിട്ടുകയല്ലേ. അപ്പൊ കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ഓക്കെ, അപ്പൊ വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് സമാശ്വാസം പദ്ധതി. ഏത് പദ്ധതിയാണ്? സമാശ്വാസം പദ്ധതി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. ആരാണ്? പങ്കജ് ചൗധരി അല്ലെ. അപ്പൊ ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം, ധനമൊക്കെ നമ്മൾ പങ്ക് വെച്ചൊക്കെ കൊടുക്കണം അല്ലെ, പങ്ക് വെച്ച് കൊടുക്കാന്ന് ഓർക്കാം. പങ്കജ് ചൗധരിയാണ് പ്രത്യേകം നോട്ട് ചെയ്യുക, സഹമന്ത്രിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി. ഓക്കെ, അല്ല നമ്മൾ സഹമന്ത്രിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി ആരാണ്? ജയന്ത് ചൗധരി. ഓക്കെ, അപ്പോ വിദ്യാഭ്യാസം നന്നായിട്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ജയന്ത് ചൗധരി കേട്ടോ. ഇനി പ്രതിരോധ വകുപ്പ് സഹമന്ത്രി, പ്രതിരോധ വകുപ്പ് സഹമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് സേത്ത്. ഇതെല്ലാം സഹമന്ത്രിയാണ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രതിരോധ വകുപ്പ് സഹമന്ത്രി സഞ്ജയ് സേത്ത്. ജസ്റ്റ് ഓർത്തു വെക്കാം, നമ്മുടെ സേത്ത് എന്ന് പറയുമ്പോൾ സ്വത്ത് എന്ന് ആലോചിക്കാം. നമ്മുടെ സ്വത്തൊക്കെ ആരെങ്കിലും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധിക്കും, ഡിഫെൻഡ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. സഞ്ജയ് സേത്ത്. ഓക്കെ, ഇനി അടുത്തത് വനിതാ ശിശുവികസന മന്ത്രാലയം സഹമന്ത്രി സാവിത്രി താക്കൂർ. വനിത എന്ന് പറയുമ്പോൾ തന്നെ സാവിത്രി അല്ലെ, സാവിത്രി താക്കൂർ. യുവജനകാര്യ കായിക മന്ത്രാലയം സഹമന്ത്രി ചോദിക്കുകയാണെങ്കിൽ രക്ഷാനിധി. യുവജനങ്ങളൊക്കെ രക്ഷപ്പെടണം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, അപ്പൊ യുവജനകാര്യ കായിക മന്ത്രാലയം സഹമന്ത്രി ചോദിക്കുകയാണെങ്കിൽ അത് രക്ഷാനിധി എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക. ധനകാര്യം ചോദിക്കുകയാണെങ്കിൽ പങ്കജ് ചൗധരി അല്ല, വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി, പ്രതിരോധ വകുപ്പ് സഹമന്ത്രി സഞ്ജയ് സേത്ത്, വനിതാ ശിശുവികസന മന്ത്രാലയ സഹമന്ത്രി സാവിത്രി താക്കൂർ, യുവജനകാര്യ കായിക മന്ത്രാലയം സഹമന്ത്രി രക്ഷാനിധി. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നാറ്റോ സൈനിക സംഘത്തിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ജെൻസ് സ്റ്റോളൻബർഗ് ആണ് കേട്ടോ. ജെൻസ് സ്റ്റോളൻബർഗ് ആണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ജെൻസ് സ്റ്റോളൻബർഗ് ആണ്, ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് ആസിയാന്റെ സെക്രട്ടറി ജനറൽ ആരാ? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കാവോ കിം ഹോൺ അല്ലെ. ആസിയാന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ കാവോ കിം ഹോൺ ആണ്.
IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? ക്രിസ്റ്റലീന ജോർജീവിയ ആണ് കേട്ടോ. ക്രിസ്റ്റലീന ജോർജീവിയ ആണ്. ക്രിസ്റ്റലിനൊക്കെ നല്ല മണിയാണ്, പൈസയാണെന്നൊക്കെ ഓർത്തു വെക്കാം. ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആന്റോണിയോ ഗുട്ടറസ് അല്ലെ, ആന്റോണിയോ ഗുട്ടറസ്. ഇനി നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാ? അത് ബിൽ നെൽസൺ ആണ്. ഓക്കെ, നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ചോദിക്കുകയാണെങ്കിൽ ആരാണത്? ബിൽ നെൽസൺ. ഓക്കെ, ആരാണ്? ബിൽ നെൽസൺ. ഓക്കെ, അപ്പൊ നാസയിലൊക്കെ പോണെങ്കിൽ നല്ല ബില്ലാവും എന്നൊക്കെ ജസ്റ്റ് നമുക്ക് ഓർത്തു വെക്കാം. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ടെഡ്രം അദനം. ഓക്കെ, ജസ്റ്റ് ഓർത്തു വെക്കാം, ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയാം അല്ലെ, വെൽത്ത് എന്ന് പറയുമ്പോൾ ധനം, ടെഡ്രോസ് അദനം. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ കൊഞ്ചാണെന്ന് ഓർത്തു വെക്കാം അല്ലെ, കൊഞ്ചൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തു ഓർത്തു വെക്കാം. എന്താണ്? നഗോസി ഒക്കോഞ്ചോ. ഫിഫയുടെ പ്രസിഡന്റ് ആരാ? ഗ്യാനി ഇൻഫാന്റിനോ. ഓക്കെ, ഫുട്ബോളൊക്കെ നമ്മൾ ഫിഫ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ആണല്ലോ, അപ്പൊ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഓർത്തു വെക്കാം. ഫുട്ബോളൊക്കെ ഇൻഫന്റ് ആവുമ്പോൾ മുതലേ, കുട്ടികളാവുമ്പോൾ മുതലേ നമ്മൾ കളിച്ച് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഓർക്കാം. ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ഗ്യാനി ഇൻഫാന്റിനോ. ഇനി അടുത്ത് നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 75 രൂപയാണ് കേട്ടോ. 75 രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. എന്താണ്? സംവിധാൻ സദൻ. പഴയ പാർലമെന്റ് മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. അങ്ങനെയാണെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വർഷം 2023 മെയ് 28 കേട്ടോ. നോട്ട് ചെയ്തേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 2023 മെയ് 28. പുതിയ മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത് സെപ്റ്റംബർ 19. ഓക്കെ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത് എന്നാണ്? സെപ്റ്റംബർ 19. പുതിയ മന്ദിരത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യ ബില്ല് ചോദിക്കുകയാണെങ്കിൽ വനിതാ സംവരണ ബില്ലാണ് 2023 സെപ്റ്റംബർ 19. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചേക്കുക. അപ്പൊ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരവും അതേപോലെ തന്നെ പഴയ പാർലമെന്റ് മന്ദിരം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വർഷം 2023 മെയ് 28 ആണ് കേട്ടോ. ഇനി പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മലയാളി ജയ ജെറ്റ്ലി. ഓക്കെ, മലയാളി അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജയ ജെറ്റ്ലി ആണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മലയാളി ചോദിക്കുകയാണെങ്കിൽ ജയ ജെറ്റ്ലി ആണ് കേട്ടോ. ഇനി സ്വാൻഡെ പാബോ 2022 നൊബേൽ സമ്മാനം നേടിയത് ഏത് പഠന മേഖലയിലാണ്? മനുഷ്യ പരിണാമമാണ് അല്ലെ. സ്വാൻഡെ പാബോ നമുക്കറിയാം മെഡിസിനിൽ നൊബേൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ് അല്ലെ 2022. അപ്പൊ അത് ഏത് പഠന മേഖലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മനുഷ്യ പരിണാമം കേട്ടോ, മനുഷ്യ പരിണാമം. അടുത്ത പോയിന്റ്, 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവുമാണ് കേട്ടോ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവുമാണ്. ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? വല്ലിയാണ് അല്ലെ. വല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊന്ന് മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പൊ വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വല്ലിയാണ്. ഓക്കെ, വല്ലിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാ? തൃശ്ശൂരാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ആദ്യത്തെ റോഡ് ടണൽ എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് 2024 വൈസ് ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ VK രാമചന്ദ്രൻ. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങളും ആസൂത്രണം ഒക്കെ ചെയ്യുന്നത് ചന്ദ്രനുള്ള സമയത്താണെന്ന് ഓർക്കാം. ജസ്റ്റ് അതായത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്യണത് രാത്രിയാണ്, ചന്ദ്രനുള്ള സമയത്താണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തു വയ്ക്കാം. VK രാമചന്ദ്രൻ. ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാ? പിണറായി വിജയനാണ് അല്ലെ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രേഖ ശർമ്മയാണ്. അപ്പൊ വനിത ഒരു സിന്ദൂര രേഖയുണ്ടെന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. രേഖ ശർമ്മ അല്ലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. ഇനി 18ാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയാണ്. 18ാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാ? P സതീദേവി അല്ലെ. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ്.
ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. നമ്മൾ നല്ല ഹൈറ്റിലൊക്കെ എത്തണമെങ്കിൽ, നല്ല ഉയരത്തിലൊക്കെ എത്തണമെങ്കിൽ നമുക്കൊരു താങ് വേണം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. മുഷ്താങ് അല്ലെങ്കിൽ മുഷ്താഖ് എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് മുഷ്താഖ് ആണ്. ഓക്കെ, ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിലോ അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. RBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ശക്തികാന്ത ദാസ് അല്ലെ. ബാങ്കുകളുടെ ഒക്കെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBIയുടെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ നല്ല ശക്തിയുള്ള ആൾ തന്നെയാണെന്ന് വിചാരിക്കാം, ശക്തികാന്ത ദാസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയുള്ള നഗരം കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയുള്ള നഗരം. ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ സാഹിത്യം. അതേസമയം മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ് സംഗീത നഗരമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് സംഗീത നഗരമായിട്ട് അറിയപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ്. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയ AS ആണ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യം അല്ലെ 2023 ബാലസാഹിത്യമാണ്. അപ്പൊ ബാലന്മാരെയൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമാണെന്ന് ഓർത്തു വെക്കാം. പ്രിയ AS ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത് നോക്കാം. കാൻ ഫിലിം ഫെസ്റ്റിവൽ 2024 ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതിന്റെ സംവിധാനം പായൽ കപ്പാടിയാണ്. ഓർത്തു വെക്കാം, ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഓർത്തു വെക്കാം, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പിക്കുകളൊക്കെ ഉണ്ടല്ലോ, പിക്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല ലൈറ്റിൽ കാണാൻ പറ്റും എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. പിക്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല ലൈറ്റ് ഉള്ളപ്പോഴാണ് കാണാന്നൊക്കെ ഓർത്തു വെക്കാം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ്. ഓക്കെ, സംവിധാനം ചെയ്തിട്ടുള്ളത് പായൽ കപാഡിയാണ്. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഗ്രാൻഡ് പ്രിക്സ് 2024 കിട്ടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സിനിമ ചോദിക്കുകയാണെങ്കിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, അപ്പൊ വയലിൽ നിറച്ച് തുമ്പികളാണെന്ന് ഓർത്തു വെക്കാം. ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. രചന ജീവിതം ഒരു പെൻഡുലം. 2022 കിട്ടിയിട്ടുള്ളത് ആർക്കാ? S ഹരീഷിനാണ്, മീശയ്ക്ക് അല്ലെ. മീശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് S ഹരീഷുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ രണ്ട് സൈഡിലെ മീശയും പിരിച്ചു വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ മീശ 2 2023 ശ്രീകുമാരൻ തമ്പി. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരത നിരക്ക് എത്ര ശതമാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 94% ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 94%. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലെ. ഇനി അടുത്ത് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത് ഏത് രാജ്യമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്തോനേഷ്യയാണ്. ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. വിജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് കേട്ടോ. വിജയിച്ചിട്ടുള്ളത് ആരാണ്? ജർമ്മനിയാണ് കേട്ടോ. അണ്ടർ 17 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറിയ കുട്ടികളാണ്. അപ്പൊ അവര് വീടിനകത്ത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ ഇന്തോനേഷ്യയാണ്. ഇന്ന് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇന്തോനേഷ്യ എന്നുള്ളത് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ വിജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് കേട്ടോ. വിജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. ഇനി 2023 ഫിഫ അണ്ടർ 20, ഇതിപ്പോ അണ്ടർ 17 ആണ്. അണ്ടർ 20 ചോദിക്കുകയാണെങ്കിൽ അതിന്റെ വേദി അർജന്റീന. ഓക്കെ, അർജന്റീന. വിജയിച്ചിട്ടുള്ളത് ഉറുഗ്വേ ആണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറെ ഇങ്ങനെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉരുണ്ട് കളിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. ഉരുണ്ട് കളിക്കുക എന്ന് പറയുമ്പോൾ ഉറുഗ്വേ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ 20 വയസ്സുള്ള കുട്ടികൾക്ക് പല അർജൻസി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർക്കാം. അർജന്റീന. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്ന ഓർക്കാം, ഉറുഗ്വേ. ഓക്കെ, ഇനി 2024 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ വേദി ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണ് കേട്ടോ. എവിടെയാണ്? ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇനി 2024 ഫിഫ അണ്ടർ 20 വനിതാ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ കൊളംബിയ ആണ്. ഓക്കെ, അപ്പൊ 2024 ഫിഫ അണ്ടർ 20 വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? കൊളംബിയ. വനിതകളൊക്കെ ചിലപ്പോൾ കൊളം ആക്കുന്ന ഓർക്കാം അല്ലെ. ഫിഫ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ചിലപ്പോൾ കൊളം ആക്കുന്നൊക്കെ വെറുതെ ഓർത്തു വയ്ക്കാം. ഇപ്പൊ 2024 കൊളംബിയ കേട്ടോ. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ജർമ്മനിയാണ്. ഓക്കെ, അപ്പൊ 2024 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോ കറൻസി അല്ലെ, മെനി കറൻസി ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കാം. യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയാണ്. അപ്പൊ അണ്ടർ 17 എല്ലാവരുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. അണ്ടർ 17 എന്ന് പറയുമ്പോൾ ഏതാണ്? ഇന്തോനേഷ്യ എന്നുള്ളത് ഓർത്ത് വെക്കാം. അതിന്റെ രാജ്യം ആതിഥ്യം വഹിച്ചുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയാണ്. വിജയിച്ചുള്ള ജർമ്മനി. ഇനി 2023 ഫിഫ അണ്ടർ 20 ആണെങ്കിലോ അത് വേദി ചോദിക്കുകയാണെങ്കിൽ അർജന്റീനയും പിന്നെ വിജയിച്ചുള്ളത് ഉറുഗ്വേ. 2024 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ വേദി
ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും, 2024 ഫിഫ അണ്ടർ-20 വനിതാ ലോകകപ്പിന്റെ വേദി കൊളംബിയയും, 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ജർമ്മനിയാണ് അല്ലെ. അടുത്ത് നോക്കാം, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ജൂൺ 5-നാണ് അല്ലെ. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5-നാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി 2024 പരിസ്ഥിതി ദിനത്തിന്റെ തീമും അതേപോലെ തന്നെ ആതിഥേയം വഹിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ തീം എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി ഇതിന്റെയൊക്കെ തീം വെച്ചിട്ടുള്ള കോഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം അല്ലെ. ഇനി അതിന്റെ ആതിഥ്യം വഹിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സൗദി അറേബ്യ. ഇനി മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ജസ്റ്റ് ഓർത്തു വെക്കാം, മാനവന് വികസനം വന്നു കഴിയുമ്പോൾ അല്ലെ, നമുക്ക് ഫിനാൻഷ്യലി ആയിട്ട് കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വിഫ്റ്റ് കാർ വാങ്ങുന്ന ഓർക്കാം. ഇപ്പൊ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ സ്വിഫ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. സ്വിഫ്റ്റുമായിട്ട് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വേദികളാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് അല്ലെ. അപ്പൊ G20 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 20യുടെ ഇത് ഓ പോലെ എടുക്കാം. അപ്പൊ ഒറിയോ ബിസ്ക്കറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ഓയും അതേപോലെ തന്നെ റിയോ ഡി ജനേറോ ആണ്. റിയോ ഡി ജനേറോ നമ്മുടെ ബ്രസീലാണ് അല്ലെ. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രസീലാണ്. 2023 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി, കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ടി വരും. ദുബായ് ആണ് UAE അല്ലെ. UAE ദുബായ് എന്നുള്ളത് ഓർത്തു വെക്കാം. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹൻസ്ബർഗ് ആണ് അല്ലെ, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ ജോഹൻസ്ബർഗ് ആണ്. ബ്രിക്സ് ജോഹൻസ്ബർഗ്. ഓക്കെ, ഓർത്തു വെക്കാം. 2023 ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാ? റഷ്യയാണ് അല്ലെ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ്. ഓക്കെ, അപ്പൊ 2023 ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയും അതിനുശേഷം റഷ്യ. ഈ ഒരു ഇമേജ് ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി, 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യ കേട്ടോ. ജക്കാർത്ത, ഇന്തോനേഷ്യ. ഒന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്ത പോയിന്റ് നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ച പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചിട്ടുള്ള രാജ്യം മാലദ്വീപാണ്. ഇന്ത്യയുടെ സൗര മിഷനായിട്ടുള്ള ആദ്യത്തെ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1% അല്ലെ. റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ആദ്യത്തെ L1 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഇനി ആദ്യത്തെ L1 ബഹിരാകാശ പേടകത്തിന്റെ ഹാലോ പരിക്രമണത്തിന്റെ ഏകദേശ ദൂരം ഭൂമിയിൽ നിന്ന് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ. 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ചന്ദ്രയാൻ 3ന്റെ റോവർ ഏതാണെന്നാണ് ചോദ്യം. പ്രഗ്യാൻ അല്ലെ. അപ്പൊ ജസ്റ്റ് ഓർത്തു വെക്കാം, പ്രകൃതിയിൽ നിന്ന് നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടും എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അല്ലെങ്കിൽ റോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓർക്കാം. അപ്പൊ റോവർ ചോദിക്കുകയാണെങ്കിൽ പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3 ഉപയോഗിച്ചുള്ള ലാൻഡറിന്റെ പേരെന്താ? വിക്രം അല്ലെ. വിക്രം ലാൻഡ് ചെയ്തു തന്നെ ഓർത്തു വെക്കാം. വിക്രമിന്റെ ലാൻഡറിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ വിക്രമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ചന്ദ്രയാൻ 3 സോളാർ പാനൽ സബ്സ്ട്രേറ്റുകൾ നൽകിയത് VSSC ആണ്, തിരുവനന്തപുരം. ഓക്കെ, അതേപോലെ തന്നെ 2023 ഓഗസ്റ്റ് 23 ഒക്കെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ അല്ലെ. ചന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. അത് തന്നെ നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലെ. ഇനി ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുള്ള സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതി എന്തായാലും പറഞ്ഞല്ലോ, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക അല്ലെ. പൗരന്മാർക്ക് ഗുണമേന്മയുള്ള സൗജന്യം വിദ്യാഭ്യാസം ഒക്കെ നൽകിയാലേ അവർ സ്വയം ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക. അടുത്ത പോയിന്റ് നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മൾ മുദ്ര എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ചെറിയ മുദ്ര എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ ചെറിയ വെച്ചിട്ട് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. ഇനി എന്താണ് മഹിള ഇ ഹാറ്റ് എന്നുള്ളത് നോക്കാം. വനിതാ സംരംഭകർക്കായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ലഭ്യമാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സംരംഭം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹിള ഇ ഹാറ്റ് ആണ്. ഓക്കെ, വനിതാ സംരംഭകർക്കായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ലഭ്യമാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സംരംഭം ചോദിക്കുകയാണെങ്കിൽ അത് മഹിള ഇ ഹാറ്റ്. ഉജ്ജ്വല യോജന എന്താ? ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് LPG ഗ്യാസ് സിലിണ്ടറുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഉജ്ജ്വല. ജ്വലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തീയും ഗ്യാസുമായിട്ടൊക്കെ ഓർത്തു വയ്ക്കാം. LPG ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ ഗ്രാമീണ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക്. സൗഭാഗ്യ പദ്ധതി എന്തായിരുന്നു? ഗ്രാമങ്ങളിലും നഗരങ്ങളിലും രാജ്യത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതീകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സൗഭാഗ്യം അല്ലെ. ഭാഗ്യം, കറണ്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഓർത്തു വയ്ക്കാം. അപ്പൊ സൗഭാഗ്യ അല്ലെ, ഭാഗ്യം, വൈദ്യുതി വന്നു അല്ലെങ്കിൽ കറണ്ട് വന്നു.
അപ്പൊ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും രാജ്യത്തെ എല്ലാ വീടുകളിലും വൈദ്യുതീകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സൗഭാഗ്യ പദ്ധതി. നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ രാഹുൽ നവീൻ ആണ് കേട്ടോ. നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രാഹുൽ നവീൻ. അടുത്ത പോയിന്റ്, 2023 അർജുൻ അവാർഡ് ലഭിച്ചിട്ടുള്ള ലോങ് ജമ്പ് താരമാണത് മുരളി ശ്രീശങ്കർ ആണ് അല്ലെ. ഈ 2023 അർജുൻ അവാർഡ് ലഭിച്ചിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാ? അത് മുഹമ്മദ് ഷമിയാണ്. ഓക്കെ, അപ്പോ ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. അതുപോലെ സമയം ക്രിക്കറ്റ് താരം ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും അർജുൻ അവാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് മുഹമ്മദ് ഷമിയാണ്. അടുത്ത പോയിന്റ്, സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഉമീദ് എന്നുള്ള പദ്ധതിയാണ് കേട്ടോ. ഉമീദ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി മികച്ച പഠന നിലവാരം പുലർത്തുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠ. അല്ലെ, അവരെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടി എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ മികച്ച പഠന നിലവാരമൊക്കെ നൽകി നല്ല ശ്രേഷ്ഠരാക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. മികച്ച പഠന നിലവാരം പുലർത്തുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠ. ഇനി അടുത്ത പദ്ധതിയാണ് അങ്കണവാടികളിലെ ശിശു സൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ചായം. അപ്പൊ അങ്കണവാടികളിലെ ശിശുക്കളൊക്കെ ചായം വെച്ച് കളിച്ചു എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ അങ്കണവാടികളിലെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ചായമാണ്. ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാകിരണം. ആ പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിദ്യ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെ, വിദ്യാകിരണം. അപ്പൊ എന്താ വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം അല്ലെ, വിദ്യാഭ്യാസ സഹായമാണ് എന്ത്? വിദ്യാകിരണം. സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് കെയറീപ്പ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് കെയറീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക ഗണിതശേഷി ഉറപ്പാക്കാൻ ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് മഞ്ചാടി. ഓക്കെ, എല്ലാ കുട്ടികൾക്കും പ്രാഥമിക ഗണിതശേഷി ഉറപ്പാക്കാൻ ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് മഞ്ചാടി. സംരക്ഷിക്കാൻ ആളില്ലാത്തവരെയും കിടപ്പ് രോഗികളായ വയോജനങ്ങളെയും സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് വയോസാന്ത്വനം. അപ്പൊ വയോസാന്ത്വനം എന്താ? വയോസാന്ത്വനം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവരെയും കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളെ വയോസാന്ത്വനം, ശരിയല്ലേ? അപ്പൊ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വയോസാന്ത്വനമാണ്. ഓക്കെ, ഇനി BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അപ്പൊ ഗ്ലൂക്കോമീറ്ററും മധുരവുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വേഗം പഠിക്കാം അല്ലെ. അപ്പൊ BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ വയോമധുരം. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ചോദിക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ചോദിക്കുകയാണെങ്കിൽ ലക്നൗ ആണ്. നമുക്ക് നല്ല ലക്ക് ഉണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കാം അല്ലെ, ഇതേപോലൊരു നഗരം കിട്ടുമ്പോൾ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ചോദിക്കുകയാണെങ്കിൽ ലെക്സി ആണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ആണ് ലെക്സി. കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് കേട്ടോ. ഇനി AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി ബ്ലെച്ച്ലി പ്രഖ്യാപനം. എന്താണ് ബ്ലെച്ച്ലി പ്രഖ്യാപനം? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് UK ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ആണ്. അപ്പൊ സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ ആണെന്ന് പറയും അല്ലെ. അതേപോലെ UK എന്നുള്ളത് ഓർത്തു വെക്കാം. തീവണ്ടി തട്ടി ആനകൾ ഉണ്ടാക്കുന്ന അപകടം തടയാൻ റെയിൽവേ അവതരിപ്പിച്ചുള്ള നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവിധാനമാണ് ഗജരാജ സുരക്ഷ. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം എവിടെ നിലവിൽ വരുന്നത്? തിരുവനന്തപുരം അല്ലെ. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം എവിടെയായിരുന്നു? നന്ദിയോട് അല്ലെ. കൂൺ കറിയൊക്കെ നമുക്ക് ആരെങ്കിലും അതൊക്കെ തരുവാണെങ്കിൽ, മഷ്റൂമിന്റെ കറിയൊക്കെ തരുവാണെങ്കിൽ നമുക്ക് നല്ല നന്ദി ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ലിഫ്റ്റ് പാലം നമ്മൾ പറഞ്ഞു, കരിക്കൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിക്കുന്നൊക്കെ ഓർത്തു വെക്കാം. കേരളത്തിൽ ആദ്യം ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാ? പാളയം തിരുവനന്തപുരം അല്ലെ. പാളയം തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നുള്ള ജില്ല തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ടെക്നോളജി. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുല്ലമ്പാറ തിരുവനന്തപുരം അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ്
പുല്ലാമ്പറ തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കിളിമാനൂർ. കിളിയൊക്കെ വന്നു കഴിയുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കിളിമാനൂർ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നഗരസഭ ചോദിക്കുകയാണെങ്കിലോ അത് കൊട്ടാരക്കര. ഓക്കെ, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നഗരമാണ്, നഗരസഭയാണ്. അപ്പൊ നഗരത്തിലൊക്കെ ഒരു കൊട്ടാരം ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ നഗരസഭയാണ് കൊട്ടാരക്കര. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലമാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലം. ഓക്കെ, അപ്പൊ ഭക്ഷണത്തിനൊക്കെ സുരക്ഷയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊല്ലപ്പെടും എന്നൊക്കെ ഓർക്കാം. കൊല്ലം എന്നുള്ളത് ഓർത്തു വെക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ചിട്ടുള്ള നഗരസഭ കൊട്ടാരക്കരയാണ് അല്ലെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അപ്പം പോവേർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കൊട്ടാരത്തിൽ അങ്ങനെ പോവേർട്ടി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓർത്തു വെക്കാം. കൊട്ടാരക്കര എന്നുള്ളത് പഠിച്ചു വെക്കുക. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ചുള്ള നഗരസഭ കൊട്ടാരക്കര. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലാണ്. രണ്ടാമത് കണ്ണൂരാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കൊല്ലം കേട്ടോ. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കൊല്ലം. കേരളത്തിൽ ആദ്യത്തെ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പന. ഓക്കെ, അപ്പോ വിധവകൾക്ക് നമ്മൾ കട്ട സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. കട്ടപ്പന. കേരളത്തിലെ ആദ്യത്തെ വിധവ സൗഹൃദ നഗരസഭ ചോദിക്കുകയാണെങ്കിൽ കട്ടപ്പന. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്ന ആലുവയാണ്. ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ചോദിക്കുകയാണെങ്കിൽ ഇറയാണ് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയുടെ ഒക്കെ ഒരു ഇരയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഓർത്ത് വെക്കാം. 2023 പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രാമം വാൽമുട്ടിയാണ്. 2023 പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രാമം ഏതാണ്? വാൽമുട്ടി, ചിറ്റൂർ ആണ് കേട്ടോ. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലി ആണ്. സ്പോർട്സ് ആണ്. സ്പോർട്സ് ഒക്കെ നന്നായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഉഷാറുണ്ടാവും ഓർക്കാം. യു ഷറഫ് അലി. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഷെയ്പ്പ് ആണ് അല്ലെ. അപ്പൊ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡിൽ വരുന്നതാണ് കേട്ടോ. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഷെയ്പ്പ് ആണ്. അപ്പൊ ലാൻഡറിന്റെ ബാക്കിയുള്ള പേലോഡുകൾ ഏതൊക്കെയാ? രംഭ, ചാസ്റ്റ്, ഇൽസ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പി വത്സലയാണ്. അപ്പൊ ഒന്ന് പോലത്തെ പി ആയിട്ടൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ 2021 പി വത്സല എന്നുള്ളത് ഓർത്തു വെക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സേതുവിന്റെ കൃതിയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ നിഴലുറങ്ങുന്ന വഴികളാണ് അല്ലെ. അത് ആരുടെയാണ്? അത് പി വത്സലയുടെ ആണെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചേക്കാം കേട്ടോ. ബാക്കിയുള്ള പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ ഇതെല്ലാം സേതുവിന്റെയാണ്. നമ്മുടെ സേതുമാധവൻ കിരീടം ചെങ്കോൽ സിനിമയിലെ സേതുമാധവൻ ഓർത്താൽ മതി. അപ്പൊ അതിനകത്ത് പേടി സ്വപ്നങ്ങൾ നമുക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇടി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കൈമുദ്രകള്, അതേപോലെ തന്നെ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അടയാളങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇടി കിട്ടിക്കഴിയുമ്പോൾ ഒരു അടയാളമാവും അല്ലെ. അപ്പൊ അടയാളങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് SK വസന്തനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2023 കേട്ടോ, 24 അല്ല. 2023 കിട്ടിയിട്ടുള്ളതാണ് SK വസന്തൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കൃതികൾ എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഏതൊക്കെയാണ്? നമ്മൾ നടന്ന വഴികൾ, അതേപോലെ തന്നെ കാൽപ്പാടുകൾ. ഓക്കെ, നമ്മൾ നടന്നിട്ടുള്ള വഴികളാണ്. അപ്പൊ ആ വഴികളിൽ കാൽപ്പാടുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക അല്ലെ. നമ്മൾ നടന്നിട്ടുള്ള വഴികളും കാൽപ്പാടുകളും ആരുടെയാണ്? SK വസന്തന്റെ ആണ് കേട്ടോ. ഇനി 2022 ആർക്ക് കിട്ടിയിട്ടുള്ള? സേതുമാധവനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 എന്ന് പറയുമ്പോൾ തന്നെ കിരീടം, ചെങ്കോല്, സേതുമാധവൻ അല്ലെ. 2 ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാൻ പറഞ്ഞിരുന്നു. 2021 എന്ന് പറയുമ്പോൾ 1 പോലെയുള്ള നമ്മുടെ പി വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. പി വത്സലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇനി അടുത്ത് നോക്കാം, വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് 2023 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി അല്ലെ. ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2023 അപ്പൊ വയലില് തുമ്പി ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. വയലില് തുമ്പി ഉണ്ടെന്ന് ഓർത്തു വെക്കാം. 2023 ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2022 കിട്ടിയിട്ടുള്ളത് ഹരീഷിനാണ് മീശ അല്ലെ. അപ്പൊ 2 സൈഡിലും മീശ പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ. 2022 ഹരീഷിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി 2021 കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. മാന്തളിരിൽ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു റിവിഷൻ ആയിട്ട് തന്നെ കാണുക. വേഗം വേഗം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരിക. ഇനി അടുത്തത് ഓടക്കുഴൽ അവാർഡാണ് 2023. 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യാം.
അപ്പൊ 2023 കിട്ടിയിട്ടുള്ളതാണ് PN ഗോപികൃഷ്ണൻ കേട്ടോ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കവിത മാംസഭോജിയാണ്. ഇനി 2022 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അംബികാസുധനെ കുഴല് വെച്ച് അടിച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അംബികാസുധൻ മങ്ങാട് പ്രാണവായുവിനാണ് കിട്ടിയിട്ടുള്ളത്. 2021 കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിനാണ് ബുധിനി എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കുഴല് വെച്ചിട്ട് സാറ അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ അംബിക അതുപോലെ തന്നെ സാറ ജോസഫ് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് മൈൻഡിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി അടുത്ത് പത്മപ്രഭ പുരസ്കാരമാണ്. 2024 പത്മപ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് കിട്ടിയിട്ടുള്ളത്. 2024 പത്മപ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്. 2023 കിട്ടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രൻ. 2023 കിട്ടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ റഫ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, റഫ് ആയിട്ടുള്ള ആൾക്കാരുടെ മുഖത്ത് പ്രഭ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അല്ലെ, ഒരു ഐശ്വര്യം ഉണ്ടാവില്ല, ഒരു പ്രഭ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ 2024 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനാണ്. 2023 കിട്ടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രൻ. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സുഭാഷ് ചന്ദ്രൻ 2023 കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി തകഴി പുരസ്കാരം നോക്കുകയാണെങ്കിൽ 2024 കിട്ടിയിട്ടുള്ളത് MK സാനുവിനാണ് അല്ലെ. MK സാനുവിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് M മുകുന്ദനാണ്. അപ്പൊ തകഴി എന്ന് പറയുമ്പോൾ നമുക്ക് തഴുകി എന്ന് ഓർക്കാം അല്ലെ. തഴുകി, സണ്ണിന് സൺ അല്ലെങ്കിൽ സാൻ, സാനു എന്നൊക്കെ പറയുമ്പോൾ ഒരു സണ്ണൊക്കെ എഴുതണ പോലെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ സണ്ണിനെ തഴുകി, അതേപോലെ തന്നെ മുഖത്ത് തഴുകി എന്നൊക്കെ ഓർത്തു വെക്കാം. 2023 കിട്ടിയിട്ടുള്ളത് M മുകുന്ദൻ. 2024 കിട്ടിയിട്ടുള്ളത് MK സാനു. MK സാനു. ഇനി JCB സാഹിത്യ പുരസ്കാരം 2023 കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണ് കിട്ടിയിട്ടുള്ളത്. ഫയർ ബേർഡ് കേട്ടോ. ഫയർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. പെരുമാൾ മുരുകൻ. ഓക്കെ, JCB ഒക്കെ വെച്ചിട്ട് മാൾ ഉണ്ടാക്കുന്നേക്കാളൊക്കെ മുമ്പ് അവിടെയൊക്കെ സെറ്റ് ആക്കി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ, നമ്മളെ ലുലു മാളൊക്കെ പറയുന്ന പോലെ കേട്ടോ. അപ്പൊ JCB സാഹിത്യ പുരസ്കാരം 2023 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? പെരുമാൾ മുരുകനാണ് കിട്ടിയിട്ടുള്ളത്. ഫയർ ബേർഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള നമ്മുടെ ലിറ്റററി അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊരു ഫാസ്റ്റ് റിവിഷൻ ആയിട്ട് തന്നെ കാണാം. അടുത്ത് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. കിരൺ ബാലി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഏതാണ് ഇവന്റ്? ഷോർട്ട് പുട്ട് ആണ് കേട്ടോ. കിരൺ ബാലി ഷോർട്ട് പുട്ട് ആണ്. ബാലി എന്ന് പറയുമ്പോൾ ബാഹുബലി, ബാലി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. ബാഹുബലി ആ ഒരു ഫസ്റ്റ് സീനിൽ കാണിക്കുന്നില്ലേ, ഈ ശിവലിംഗൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഒരു വെയിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പുട്ട് അല്ല, നല്ലൊരു വെയിറ്റ് പോലെ ഒന്ന് കണക്കാക്കുക കേട്ടോ. അപ്പൊ ഷോർട്ട് പുട്ട് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി അടുത്തത് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൻസ് ആണ്. 2023 കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആരാണ് ജയിച്ചിട്ടുള്ളത്? ഓസ്ട്രേലിയയാണ് ജയിച്ചിട്ടുള്ളത്. ആരെ തോപ്പിച്ച? ഇന്ത്യനെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 മെൻസ് കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയ. ഇനി ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള മലയാളി താരമാരാൻ ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ് കേട്ടോ. അപ്പോ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള മലയാളി താരമാരാണ്? PR ശ്രീജേഷ് ആണ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയിട്ടുള്ളത് 2 പേരാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹർമൻപ്രീത് സിംഗും അതുപോലെ തന്നെ ലൗലീന ബോർഗോഹെൻ അല്ലെ. ഹർമൻപ്രീത് സിംഗും ലൗലീന ബോർഗോഹെൻ ആണ്. ഓക്കെ, അപ്പൊ ഉദ്ഘാടനമൊക്കെ ചെയ്യണ സമയത്ത് വളരെ പ്രീതിയോടെ ചെയ്തു, അതുപോലെ തന്നെ വളരെ ഇഷ്ടത്തോടെ അല്ലെ, ലവ് എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പൊ പ്രീതും ലവും ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഉദ്ഘാടന ചടങ്ങിൽ ഹർമൻപ്രീത് സിംഗും ലൗലീന ബോർഗോഹെൻ. അതേസമയം സമാപന ചടങ്ങിൽ ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മോട്ടോ GP ബൈക്ക് റേസ് മത്സരത്തിന് വേദിയാകുന്നത് നോയിഡയാണ് കേട്ടോ. അതേസമയം കാർ റേസ് ആണെങ്കിൽ ഹൈദരാബാദ് ആണ് കേട്ടോ. കാറൊക്കെ ആണെങ്കിൽ നല്ല ഹൈ സ്പീഡിൽ പോകും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഈ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ ആക്സിഡന്റ് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നോ പോണ്ട അല്ലെ, ബൈക്ക് റേസിന് പോണ്ട, നോ ഡ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. നോയിഡയാണ്. ഓക്കെ, അപ്പൊ നോയിഡയായിട്ട് നമ്മൾ വേറൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ആദ്യത്തെ വേദിക് തീം പാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നോയിഡയാണ് അല്ലെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ് നോക്കാം. UFA വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മനീഷ കല്യാൺ ആണ്. ആരാണ്? മനീഷ കല്യാൺ. വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 ചാമ്പ്യൻസ് സ്പെയിൻ ആണ്. വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 ചാമ്പ്യൻസ് ആരാണ്? സ്പെയിൻ ആണ് അല്ലെ. വനിതകൾ കുറച്ച് പെയിൻ എടുത്തിട്ടാണെങ്കിലും ഫുട്ബോൾ ഒക്കെ കളിച്ച് ജയിക്കും എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ സ്പെയിൻ ആണ് 2023 എന്നുള്ളതും കൂടെ ഓർത്തു വെക്കാം. ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് മുഹമ്മദ് സിറാജ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് കേട്ടുപോയി. ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് മുഹമ്മദ് സിറാജ് ആണ്.
അടുത്ത പോയിന്റ് 2023 ലോക ചെസ് ചാമ്പ്യൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ നോർവേക്കാരനാണ് കേട്ടോ. മാഗ്നസ് കാൾസൺ നോർവേക്കാരനാണ്. ആരെയാണ് തോൽപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർ പ്രജ്ഞാനന്ദയാണ് തോൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ആർ പ്രജ്ഞാനന്ദനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ 2023 ലോക ചെസ് ചാമ്പ്യൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ. ഇനി രാജീവ് ഗാന്ധി റൂറൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജീവ് ഗാന്ധി രാജസ്ഥാൻ. ഓർക്കാൻ പറ്റുമല്ലോ, രണ്ടും രായും ജായൊക്കെ ഉണ്ടല്ലോ. അപ്പൊ രാജീവ് ഗാന്ധി റൂറൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാനാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ബാങ്കോക്ക് ആണ്, തായ്ലാന്റ് കേട്ടോ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ബാങ്കോക്ക്, തായ്ലാന്റ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കിരൺ ബാലി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷോട്ട് പുട്ട് അല്ലെ. പിന്നെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 മെൻസ് ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്, ഇന്ത്യനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് PR ശ്രീജേഷ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? ഹർമൻപ്രീത് സിംഗും ലവ്ലീന. കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് MotoGP ബൈക്ക് റേസ് മത്സരത്തിന് വേദിയാകുന്നത് നോയിഡയാണ്. അതേസമയം കാർ റേസ് ആണെങ്കിൽ ഹൈദരാബാദാണ്. അടുത്ത പോയിന്റ് നോക്കാം. UEFA വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? മനീഷ കല്യാണാണ്. വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 ചാമ്പ്യൻസ് സ്പെയിനാണ് അല്ലെ. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയുള്ള മുഹമ്മദ് സിറാജ്. 2023 ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്, നോർവേക്കാരനാണ്. പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചു അല്ലെ. ഇന്ത്യക്കാരനായിട്ടുള്ള പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചു. രാജീവ് ഗാന്ധി റൂറൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ബാങ്കോക്ക് ആണ് അല്ലെ. അടുത്ത പോയിന്റ് നോക്കാം. 2023 2024 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ ജേതാക്കൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. വിംബിൾഡൺ ആണ്. വിംബിൾഡൺ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ബാക്കി എല്ലാതും, അതായത് ഇപ്പോ ഓസ്ട്രേലിയൻ ആണെങ്കിലും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും US ഓപ്പൺ ആണെങ്കിലും എല്ലാം കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം, അതായത് വിംബിൾഡൺ മാത്രമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? കാർലോസ് അൽക്കാരസിന് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നൊവാക് ജോക്കോവിച്ചിനാണ്. അപ്പൊ 2023 3 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? നൊവാക് ജോക്കോവിച്ചിനാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. വിംബിൾഡൺ മാത്രമാണ് കാർലോസ് അൽക്കാരസ്. ജസ്റ്റ് ഓർത്തു വെക്കാം. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് വിമ്മുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഈ വിമ്മ് വെച്ചിട്ട് നമ്മൾ അലക്കി എന്നുള്ള രീതിയിൽ ഓർക്കാം. അൽക്കാരസിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. അന്താരാഷ്ട്ര കായിക ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ച ആദ്യ ഇന്ത്യൻ നഗരം കൊൽക്കത്തയാണ്. അന്താരാഷ്ട്ര കായിക ചലച്ചിത്രോത്സവം കേട്ടോ. കായിക ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ നഗരം കൊൽക്കത്ത. കായികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോലും കട്ടയൊക്കെ താഴെ ഉണ്ടാവും എന്ന് ഓർക്കാം കേട്ടോ. കായിക ചലച്ചിത്രോത്സവം. ഇനി ഭവാനി ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിങ് ആണ് അല്ലെ. ഭവാനി ദേവി എന്നൊക്കെ പറയുമ്പോൾ ദേവിയുടെ കയ്യിലുള്ള ഒരു ശൂലം പോലെയൊക്കെ ഒന്ന് ആലോചിക്കാം. ശൂലവും ഫെൻസിങ്ങിനകത്തും അതേപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാൻ പറ്റുമോ നോക്കാം. ഭവാനി ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിങ് ആണ്. 2021 2022 വർഷത്തിലെ GV രാജ പുരസ്കാരം നേടിയിട്ടുള്ള വനിതാ താരം അപർണ ബാലൻ ആണ്. ബാഡ്മിന്റൺ താരമാണ് കേട്ടോ. അപർണ ബാലൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. അപ്പൊ ഇത്രയും ഓക്കെയല്ലേ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു നോക്കണേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? TV സോമനാഥൻ. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ ലോക്പാൽ AM ഖാൻവിൽക്കർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ. പാല് വിൽക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ. AM ഖാൻവിൽക്കർ. ISRO ചെയർമാൻ S സോമനാഥ് അല്ലെ. 10ാമത്തെ ചെയർമാനും അതേപോലെ തന്നെ 5ാമത്തെ മലയാളി കൂടിയാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഓക്കെ. ധനം പണം ആയിട്ട് ഓർത്തു വെക്കാം. പനഗരിയ. മനുഷ്യാവകാശ കമ്മീഷൻ വിജയഭാരതി സയാനിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യന്റെ അവകാശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിജയിക്കും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ വിജയഭാരതി സയാനി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനിയാണ്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാ? ഹീരാലാൽ സമരിയ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഓക്കെ. അപ്പൊ ഇൻഫർമേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമരം നടത്തുന്ന ഓർക്കാം അല്ലെ. ഇപ്പൊ നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ സമരമൊക്കെ നടത്തുന്ന ഓർക്കാം അല്ലെ. അപ്പൊ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ ഹീരാലാൽ സമരിയ. അടുത്ത പോയിന്റ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ. ബാലന്മാര് നമുക്ക് എപ്പോഴും പ്രിയമാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ. ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. ഗ്രീൻ ട്രിബ്യൂണൽ ആണ് അല്ലെ. അപ്പൊ ഗ്രീൻ പച്ച കളറുള്ള പ്രകാശം എന്ന് ഓർക്കാലോ അല്ലെ. ഗ്രീൻ പച്ച പ്രകാശം. പ്രകാശ് ശ്രീവാസ്തവ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. നബാർഡ് ചെയർമാൻ KV ഷാജി. ഓക്കെ. ആട് സിനിമയിലെ ഷാജി പാപ്പൻ എന്ന് ഓർത്താൽ മതി. നബാർഡ് ചെയർമാൻ KV ഷാജി.
നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ BN ഗംഗാധരൻ. നാഷണൽ മെഡിക്കൽ ആണല്ലേ, അപ്പൊ മെഡിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗംഗാധരൻ ഡോക്ടറുമായിട്ടൊക്കെ ഓർക്കാമല്ലോ. അപ്പൊ BN ഗംഗാധരൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ ലോക്പാല് AM ഖാൻവിൽക്കർ, ISRO ചെയർമാൻ S നാഥ്, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ, മനുഷ്യാവകാശ കമ്മീഷൻ വിജയഭാരതി സയാനി, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ, ബാലാവകാശ കമ്മീഷണർ ആരാണ്, കമ്മീഷണർ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ, ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ, റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്, നബാർഡ് ചെയർമാൻ KV ഷാജി, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ BN ഗംഗാധരൻ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ K രാജൻ ആണ് അല്ലെ. കേരളത്തിലെ റവന്യൂ ആണ്. അപ്പൊ റവന്യൂ ഒക്കെ രാജാക്കന്മാർക്കാണ് കൊടുക്കാന്ന് ഓർക്കാം. രാജൻ കേട്ടോ, K രാജൻ. ജലവിഭവം മന്ത്രി ചോദിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ആണ്. ഓക്കെ, ജലവിഭവം. ഓക്കെ, ജലം അതേപോലെ തന്നെ വിഭവം. നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ അഗസ്റ്റ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഗസ്റ്റ് എന്ന് ഓർക്കാം. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളവും അതേപോലെ തന്നെ വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഓർക്കാം. ജലവിഭവം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? റോഷി അഗസ്റ്റിൻ. വൈദ്യുതി K കൃഷ്ണൻകുട്ടിയാണ്. ഓക്കെ, കുട്ടികളെ കൊണ്ട് വൈദ്യുതി ഉള്ള സാധനങ്ങളൊന്നും തൊടിയിപ്പിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ വൈദ്യുതി K കൃഷ്ണൻകുട്ടി. AK ശശീന്ദ്രൻ വനം വന്യജീവിയാണ് കേട്ടോ. AK ശശീന്ദ്രൻ വനം വന്യജീവി. V അബ്ദുറഹ്മാൻ കായികം ന്യൂനപക്ഷം. ഓക്കെ, ഒരു മാനായിട്ടൊന്ന് കണക്കാക്കാം കേട്ടോ. മാൻ എന്ന് പറയുമ്പോൾ കായികം അല്ല, നല്ല സ്പീഡിലൊക്കെ ഓടുന്ന ഓർക്കാം. അപ്പൊ V അബ്ദുറഹ്മാൻ കായികം ന്യൂനപക്ഷം. GR അനിൽ ഭക്ഷ്യ പൊതുവിതരണം. ഓക്കെ, അനിൽ എന്ന് പറയുമ്പോൾ അന്നമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം, ഭക്ഷണവുമായിട്ടൊക്കെ ഓർക്കാം അല്ലെ, ഭക്ഷ്യ പൊതുവിതരണം. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം അതേപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പ് കേട്ടോ. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസമാണ്. KN ബാലഗോപാൽ ഏതാ, ധനം ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ധനവകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്തത് KN ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പാണ് അല്ലെ, ധനം. ബാലഗോപാൽ പാല് വാങ്ങാൻ വേണ്ടി ധനം കൊടുത്തു വിട്ടു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അടുത്തത് P പ്രസാദ് ആണ്, കൃഷി അല്ലെ. അപ്പൊ കൃഷി അല്ലെങ്കിൽ കൃഷി വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് P പ്രസാദ് ആണ്. അപ്പൊ കൃഷിയൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മുഖത്തൊക്കെ ഒരു പ്രസാദം ഉണ്ടാവും എന്നൊക്കെ ഓർക്കാം. ശിവൻകുട്ടി എന്താണ്, തൊഴിലും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസമാണ് കേട്ടോ. ശിവൻകുട്ടി തൊഴിലും അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം. P രാജീവ് നിയമം വ്യവസായം. PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം. ഓക്കെ, പൊതുമരാമത്ത് ടൂറിസം ആരാണ്? PM മുഹമ്മദ് റിയാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സും അതേപോലെ തന്നെ പ്രമേയങ്ങളും നോക്കാം കേട്ടോ. ലോക തണ്ണീർത്തട ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2-നാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2 കണ്ണീന്നും തണ്ണി വരും, വെള്ളം വരും എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ, കരയുമ്പോ. അപ്പൊ 2-ാം ദിവസവും 2-ാം മാസവുമായിട്ടുള്ള ഫെബ്രുവരി ആണെന്ന് ഓർത്തു വെക്കാം. ഇനി 2024 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും എന്നുള്ളതാണ് കേട്ടോ. 2023 എന്തായിരുന്നു? തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി എന്നുള്ളതാണ് 2023. 2024 എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവുമാണ്. ഇനി ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4-നാണ്. 2022, 2023, 2024 തീം സെയിം തന്നെയാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് കേട്ടോ. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് അറിഞ്ഞു വെച്ചേക്കണേ. ഇനി ലോക വനിതാ ദിനം മാർച്ച് 8 അല്ലെ. ലോക വനിതാ ദിനം മാർച്ച് 8. 2024 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു. അതായത് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് 2024 തീംസ്. അപ്പൊ നമ്മൾ തീംസിന്റെ ഒക്കെ കോഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. 2023 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആണ് അല്ലെ. ഇനി ലോകാരോഗ്യ ദിനം എന്ന ഏപ്രിൽ 7-നാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-നാണ്. 2024 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഓക്കെ, ആദ്യം എന്റെ ആരോഗ്യം അല്ലെ. അപ്പൊ 2024 എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2023 ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി, ആദ്യം എന്റെ കാര്യമൊക്കെ പ്രാർത്ഥിക്കും, എന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ജസ്റ്റ് വെറുതെ പറയുന്ന കണക്ഷൻസ് ആണ്. ഇനി ലോക പരിസ്ഥിതി ദിനം എന്ന ജൂൺ 5-നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 2024 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം നിർത്തൽ, വരൾച്ചയെ നേരിടാനുള്ള ശേഷി കെട്ടിപ്പടുക്കൽ അല്ലെ. 2023 ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. എന്താണ് 2023 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരമാണ്. അപ്പൊ 2024 എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം. ഇതൊന്ന് ഓർത്തു വെക്കണേ. മരുഭൂവൽക്കരണം നിർത്തൽ, വരൾച്ചയെ നേരിടാനുള്ള ശേഷി കെട്ടിപ്പടുക്കലാണ്. 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. ഇതൊക്കെ കോഡായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്
തുറവൂരാണ് അല്ലെ. അപ്പൊ യന്ത്രവൽക്കരണ റെയിൽവേ ഗേറ്റ് ആണ്, എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നോളും എന്നൊക്കെ ഓർക്കാം. അപ്പൊ തുറവൂരാണ് കേട്ടോ. ഇന്ത്യയുടെ കപ്പലുകളുടെ സുരക്ഷിതത്വവും സംരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്. അപ്പൊ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സങ്കൽപ്പാണ്. അപ്പൊ ഒരു കപ്പലൊക്കെ പോകുന്ന പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് സങ്കല്പിക്കുക കേട്ടോ, സങ്കല്പാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ കേട്ടോ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ഓക്കെ, COP30 ആണ്. അപ്പൊ ബ്രസീൽ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ഇനി 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താ? അതേ, നമുക്ക് TB അവസാനിപ്പിക്കാം. യെസ്, വി ക്യാൻ എൻഡ് TB അല്ലെ. അപ്പൊ TB അവസാനിപ്പിക്കാം എന്നുള്ളതാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. അടുത്ത പോയിന്റ്, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം എന്ന് പറയുന്നത്. അപ്പൊ സാക്ഷം ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷമാണ്. അടുത്ത പോയിന്റ്, 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദം ഇല്ലാതെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥാപനം കേരള കലാമണ്ഡലം. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദം ഇല്ലാതെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥാപനം കേരള കലാമണ്ഡലം. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4Care. അപ്പൊ എന്താണ് K4Care എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി? എന്താണ്? ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4Care എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? എൻകോർ ആണ്. ഏതാണ്? എൻകോർ. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എൻകോർ ആണ് കേട്ടോ, എൻകോർ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2023 സാഹിത്യത്തിനുള്ള 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ എന്ന് പറയുമ്പോൾ സരസ്വതിക്ക് നല്ല പ്രഭയാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. കൃതി ഏതാണ്? രൗദ്രം സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാ? പോൾ സക്കറിയ അല്ലെ. അപ്പൊ മാതൃഭൂമി പത്രം വെച്ചിട്ട് കറിയൊക്കെ പൊതിഞ്ഞു കൊടുത്ത് നോക്കാം. സക്കറിയ, കറിയായിട്ടൊന്ന് ഓർക്കാൻ പറ്റും നോക്കാം. പോൾ സക്കറിയ, കറി. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ് ആണ്. ഗുഡ്ഗാവ് സുഗന്ധ വ്യഞ്ജനമാണ്, ഗുഡ് ആണ് അല്ലെ. അപ്പൊ ഗുഡ്ഗാവ് എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ്. ഓക്കെ, 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം പഠിച്ചു വെച്ചേക്ക, ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ്. 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കള് സർവീസസ് ആണ് കേട്ടോ. 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ്. അപ്പൊ നമുക്ക് സർവീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, സർവീസസ് ആണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വരുന്നത് ശ്രീകാര്യം അല്ലെ. അപ്പൊ കേരളത്തിൽ ശ്രീകാര്യം എവിടെയാണ്? തിരുവനന്തപുരം. അപ്പൊ കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വരുന്നത് അല്ലെ. അതിഥികളൊക്കെ വരുമ്പോൾ അത് നമ്മൾ അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. അപ്പൊ ശ്രീകാര്യം തിരുവനന്തപുരം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി കല്ലായിപ്പുഴയാണ്. രണ്ടാമത്തത് കരമനയാറാണ് കേട്ടോ, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കല്ലായിപ്പുഴ കോഴിക്കോടാണ്. ജസ്റ്റ് ഓർത്തു വയ്ക്കാം. ഫുള്ളും ആ പുഴയിനകത്ത് മുഴുവനും കല്ലാണെന്നൊക്കെ ഓർക്കാം. അതുകൊണ്ട് തന്നെ ഭയങ്കര മലിനമായിട്ടുള്ള നദിയാണെന്ന് ഓർക്കാം. കല്ലായിപ്പുഴ കേട്ടോ. രണ്ടാമത്തെ കരമനയാറാണ്. 2024 70ാമത്തെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. എന്താണ്? കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. ചിത്രം വരച്ചത് KV ബിജിമോൾ ആണ്. നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് ബിജിമോള്. ആ പേരും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ചിത്രം വരച്ചത് KV ബിജിമോൾ ആണ് കേട്ടോ. 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് മോഹൻലാൽ ആണ്. 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് മോഹൻലാൽ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ ആണ്. ഓക്കെ, നന്നായിട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ നാറ്റോ ഉണ്ടാവുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ 2024 നാറ്റോ ആണ്. നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ് അല്ലെ. നാറ്റോയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബ്രസൽസ് ആണ്.
1949 സ്ഥാപിതമായിട്ടുള്ള എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളം കണ്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്, മൂന്നാം സ്ഥാനത്തുള്ളത് ഗോവ. അപ്പൊ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളവും ഉത്തരാഖണ്ഡും കേട്ടോ. അടുത്ത പോയിന്റ് 2024 ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് PV സിന്ധുവും അതുപോലെ തന്നെ ശരത് കമലാണ് കേട്ടോ. സിന്ധുവും ശരത് കമലും ആണെന്ന് ഓർക്കാം. രണ്ടും എസ് വെച്ചിട്ടുള്ള ആൾക്കാരാണ്. ശരത് കമലും PV സിന്ധുവും. PV സിന്ധു ബാഡ്മിന്റൺ താരം, ശരത് കമല് ടേബിൾ ടെന്നീസ് താരം അല്ലെ. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആണ്. സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തലശ്ശേരിയാണ്. VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്താണ് കേട്ടോ. VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. 2024 മുംബൈയിൽ നടന്നിട്ടുള്ള 71ാമത്തെ സൗന്ദര്യ മത്സരത്തിൽ ലോക സുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യാന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ്. ഓക്കെ, അപ്പൊ ക്രിസ്ത്യാന പിസ്കോവ. അപ്പൊ ഇവരുടെയൊക്കെ പിക്സ് എടുക്കാൻ കുറെ പേരുണ്ടാവും അല്ലെ. 2024 മുംബൈയിൽ നടന്നിട്ടുള്ള 71ാമത്തെ സൗന്ദര്യ മത്സരത്തിൽ അത്രയും ലോകസുന്ദരിയാണ്. അപ്പൊ എല്ലാവരും പിക്സ് എടുക്കും എന്നൊക്കെ ഓർക്കാം. പിസ്കോവ. 2024 മാർച്ച് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയിട്ട് നിയമിതനായിട്ടുള്ള മലയാളി AS രാജീവ് ആണ് കേട്ടോ. കോട്ടയം. ഓക്കെ, AS രാജീവ്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ പനമരത്തിന് മുകളിൽ ഒരു കാക്കിയിരുന്നു എന്നൊക്കെ ഓർത്തു വയ്ക്കും. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താ? സ്ത്രീകൾക്കായിട്ട് നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പൊ നെല്ലിക്കയൊക്കെ കഴിച്ചാൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് മാറ്റാം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കും. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് നെല്ലിക്ക. ഇനി കൈകളില്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിട്ടുള്ള ഏഷ്യയിലെ ആദ്യ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജിലുമോൾ ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കേട്ടോ. അപ്പൊ കൈകളില്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിട്ടുള്ള ഏഷ്യയിലെ ആദ്യ വനിതയാണ്. അപ്പൊ ഓരോ ജില്ലയിലും ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നൊക്കെ ഓർക്കാം. ജില്ലു ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമോ ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യ സ്കിൽ സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാമ്പൽപൂരാണ്, ഒഡീഷ അല്ലെ. അപ്പൊ ഓടുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണെന്ന് തന്നെ ഓർക്കാം. അപ്പൊ ആദ്യ സ്കിൽ സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ, സാമ്പൽപൂർ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആണ് യുവിക. ഓക്കെ, അപ്പൊ യുവിക എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചിട്ടുള്ളത് IIT മദ്രാസ് ആണ്. അപ്പൊ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മാഡ് ആയി എന്ന് ഓർക്കാം കേട്ടോ. മാഡ് അല്ലെങ്കിൽ മദ്രാസ് ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ISROയുടെ പേടകമാണ് ആദിത്യ L1 കേട്ടോ. ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ള എന്നാണ്? 2023 സെപ്റ്റംബർ 2-നാണ്. അപ്പൊ സണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. S വെച്ചിട്ടുള്ള മാസം ഓർക്കാം. സെപ്റ്റംബർ 2 എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്ന എവിടെയാ? ഉജ്ജയിനി അല്ലെ, മധ്യപ്രദേശ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം എവിടെയാണ്? ഉജ്ജയിനി മധ്യപ്രദേശ്. ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? എക്സ്മെയിൽ ആണ്. എക്സ്മെയിൽ കേട്ടോ. ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? എക്സ്മെയിൽ ആണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്. നമുക്ക് കൂൺ കാര്യങ്ങളും തരികയാണെങ്കിൽ നമ്മൾ നന്ദി പറയുന്ന ഓർക്കാം. നന്ദിയോട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഹോപ്പ് അല്ലെ. അവർക്കൊരു ഹോപ്പ് കൊടുക്കുകയാണ്. പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഹോപ്പ് കൊടുക്കുകയാണെന്ന് ഓർക്കാം അല്ലെ. അടുത്ത പോയിന്റ് നോക്കാം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഛായാഗ്രഹകനും സംവിധായകനുമായിട്ടുള്ള വ്യക്തിയാണ് സന്തോഷ് ശിവൻ കേട്ടോ. ആരാണ്? സന്തോഷ് ശിവനാണ് കിട്ടിയിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായിട്ട് വിജയകരമായിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീസിയസ് ആണ്. US-ന്റെ കേട്ടോ. ഒഡീസിയസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? AI അധ്യാപിക
ഐറിസ് ആണ്. ആരാണ്? ഐറിസ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി, അതായത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ചോദിക്കുകയാണെങ്കിൽ ഐറിസ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അപ്പൊ ലോക പുസ്തക തലസ്ഥാനമാണ്. പുസ്തകം ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് വരും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ സ്ട്രെസ് അല്ലെങ്കിൽ സ്റ്റാർസ്ബർഗ് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അടുത്തത്, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ ആണ് കേട്ടോ. അപ്പൊ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? ഷൂട്ടിംഗ് ആണ് അല്ലെ. ഷൂട്ടിംഗ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ സംരംഭം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കാർത്തുമ്പി കുട നിർമ്മാണമാണ് കേട്ടോ. കാർത്തുമ്പി കുട നിർമ്മാണമാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ എടുക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള 10 ഡേയ്സിന്റെ വൊക്കാബുലറി കോഴ്സാണ്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് സിനോണിംസ്, ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആന്റണിംസ്, ലീഗൽ ടേംസ്, ഫ്രേസൽ വെർബ് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ ലൈവ് ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ PDF നോട്ട്സും കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 റുപ്പീസ് ആണ്. 10 ക്ലാസ്സുകളാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ്. എല്ലാം ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സാണ്. അപ്പൊ ഇതിനകത്ത് റെക്കോർഡഡ് സെഷൻസ് ആണ് കൂടുതലുള്ളത്. ഇടയ്ക്ക് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കും. ഫുൾ കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്, ഒരു കോഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് 20th സ്റ്റാർട്ട് ചെയ്യുക ഈ മാസം. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിന്റെ പ്രൈസ് എന്ന് 9 റുപ്പീസ് ആണ്. ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റൈസ് ആണ് കേട്ടോ. റൈസ് ആണ്, ഓർത്തു വെച്ചേക്കുക. റൈസ്. അടുത്ത് നോക്കാം. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് റെക്സ് ആണ്. ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒസിരിസ് റെക്സ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാ? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അല്ലെ. പോലീസ് ആണ്, വേഷകം മാറി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ പോലീസൊക്കെ ഇട്ട് കൊടയും അല്ലെ, ഷെയ്ഖിയും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഷെയ്ഖ് ദർവേഷ് സാഹിബ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ COP30 വേദി എവിടെയാണ്? ബ്രസീലാണ് അല്ലെ. COP30 ആണ്. COP30 എന്ന് പറയുമ്പോൾ 3 പോലെ എഴുതുന്ന B വെച്ചിട്ട് അല്ലെ. നമുക്ക് B പോലെ ഒന്ന് ജോയിൻ ചെയ്യാലോ. അപ്പം B വെച്ചിട്ടുള്ള ബ്രസീൽ. 3യും B യും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ബ്രസീലാണ്. വർഷം ഓർത്തു വെക്കണം 2025 കേട്ടോ. 2025 എന്നുള്ളത് ഓർത്തു വെക്കാം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിജി കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. ഏതാണ്? ഡിജി കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഡിജിറ്റൽ അല്ലേ, അപ്പൊ ഡിജി കേരളം. ഇനി അടുത്ത പോയിന്റ്, രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് 2024 ജൂലൈ 1 രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് എപ്പോഴാണ്? 2024 ജൂലൈ 1 കേട്ടോ. 2024 ജൂലൈ 1 പുതിയ നിയമങ്ങളാണ്. ഇപ്പോ വലിയൊരു ജോലി ആയിരിക്കും എന്നൊക്കെ ഓർക്കാം. ജൂലൈ 1 അല്ലെ. 2024 ഫെബ്രുവരിയിൽ ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗ്. ഓക്കെ, PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. അപ്പോ ഭാരത് രത്നയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ. കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ആരൊക്കെയാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ? PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. ഇനി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? S ജയശങ്കർ. ഓക്കെ, അപ്പൊ ഭാരതം ജയിച്ചു വരുന്നൊക്കെ ഓർക്കാം അല്ലെ. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെയാണ്? S ജയശങ്കർ. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഹൈദരാബാദ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല ഹൈ ആയിട്ടുള്ള ഒന്നാണെന്നൊക്കെ ഓർക്കാം. ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നു വിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ്
കൂനോ ദേശീയോദ്യാനമാണ് മധ്യപ്രദേശിൽ കേട്ടോ. അപ്പൊ കൂനോ ദേശീയോദ്യാനം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നു വിട്ടതിന്റെ രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂനോ ദേശീയോദ്യാനമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹമാണ്. ഓക്കെ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹം. കേരള ലോകായുക്ത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രം കരുതലാണ് കേട്ടോ. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രം ചോദിക്കുകയാണെങ്കിൽ കരുതലാണ്. ഓക്കെ, കേരള ബാങ്കിന്റെ ആണ്. ഒരു കരുതലൊക്കെ വേണം അല്ലെ, ബാങ്ക് അല്ല, ഒരു കരുതലൊക്കെ വേണം, കരുതൽ. കേരള ലോകായുക്താരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ് ആണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇറാസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് എന്നൊക്കെ ഓർക്കാം. ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഘോഷം അല്ലെങ്കിൽ അമിതാവ് ഘോഷ് എന്നൊക്കെ ഓർത്തു വെക്കാം. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാവ് ഘോഷ് ആണ്. ആരാണ്? അമിതാവ് ഘോഷ് ആണ് കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഷൂട്ടിംഗ് ആണ് ഇവന്റ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ സംരംഭം കാർത്തുമ്പിക്കുട. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ്. ബെന്നു ചെന്ന ഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിറിസ് റെക്സ് ആണ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30 വേദിയിൽ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നുള്ള 2024 ജൂലൈ 1. 2024 ഫെബ്രുവരിയിൽ ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നുവിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂനോ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹമാണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരള ബാങ്കിന്റെ പരസ്യചിത്രം കരുതലാണ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ. കേരളത്തിലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കി വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ആപ്പാണ് സർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അപ്പൊ ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ, സർപ്പ. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കിയിട്ട് വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ, സർപ്പ ആപ്പ്. ഇനി 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി എസ് ഫൈസി പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് കേട്ടോ. എസ് ഫൈസി ആണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവ് ആരാണ്? ഫൈസി ആണ്. ഫൈസി ഓർത്തു വെക്കണം കേട്ടോ, ഫൈസി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. ഓക്കെ, ഒരു യൂണിയൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷം, പ്രീതി വരുന്നൊക്കെ ഓർക്കാം. അപ്പോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ചോദിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുക, വുമണിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോഗ്രസ് ആക്സിലറേറ്റ് ചെയ്യും അല്ലെ, കൂടി വരും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെ, ആരാണ്? അലക്സാണ്ടർ തോമസ്. 2024 മാർച്ചിൽ നടന്നിട്ടുള്ള അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി ആരാണ്? ഷീന, ഒരു വനിതയാണ്, ഷീന റാണിയാണ് കേട്ടോ. ഷീന റാണി. അപ്പൊ കുറെ ചൂടോ അഗ്നിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ ഷീന റാണിയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ചോദിക്കുകയാണെങ്കിൽ ആരോഗ്യ കേന്ദ്രമാണ്, അപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കി വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ആപ്പാണ് സർപ്പ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി എസ് ഫൈസി ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ അല്ലെ, അപ്പൊ പ്രീതി സുധാൻ. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അലക്സാണ്ടർ തോമസ്. 2024 മാർച്ചിൽ നടന്നിട്ടുള്ള അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ
ആരാണ്? ഷീന റാണി. ഓക്കെ, അപ്പൊ ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പകാണ് അല്ലെ. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് കേട്ടോ, പുഷ്പക്. ഇനി അടുത്ത പോയിന്റ്, നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് R ബാലസുബ്രഹ്മണ്യം. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ അല്ലെ, പവർ അകത്തുണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട്, ആർക്കുണ്ട്? ബാലന്മാർക്ക് നല്ല പവർ ആണ് അല്ലെ, നല്ല എനർജറ്റിക് ആണെന്നൊക്കെ ഓർത്തു വയ്ക്കാം. അപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് R ബാലസുബ്രഹ്മണ്യം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? അമൃതാണ് കേട്ടോ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അമൃതാണ്, അമൃത്. അപ്പൊ അമൃതിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കുക, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഓക്കെ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ഏതാണ്? ജെം കൊവാക് ആണ്. ഓക്കെ, ജെം കൊവാക് ആണ്. അറിഞ്ഞു വെച്ചേക്ക, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ, മെസഞ്ചർ RNA വാക്സിൻ കേട്ടോ. ഏതാണ്? ജെം കൊവാക്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, അപ്പോ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ബില്ല് ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആർണ്യം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ഏതാ? ജെം കൊവാക് അല്ലെ, ജെം കൊവാക്. ഗ്രീൻ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്നൊക്കെ ജസ്റ്റ് ഓർത്തോളൂ. ഗ്രീൻ പ്ലാന്റ്സ് കൊച്ചു പ്ലാന്റ്സ് ആണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയം. അടുത്ത പോയിന്റ് നോക്കാം. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ് കേട്ടോ, 126 ആണ്. ഓക്കെ, ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ഫിൻലാൻഡ് ആണ്. ഹാപ്പി ആണ്, ഫൈൻ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ ഫൈൻ അല്ലെങ്കിൽ ഫിൻലാൻഡ്, ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഫൈൻ എന്ന് പറയും എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഫിൻലാൻഡ് ആണ്. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് കേട്ടോ. അപ്പൊ യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള പദ്ധതിയാണ്, ലിറ്റിൽ കൈറ്റ്സ് ആണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. ഓക്കെ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക്ക് അതിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS സിവാലിക് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക്കിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS സിവാലിക്. ഓക്കെ, നാവികമാണ് അല്ലെ, അപ്പോ നേവി ആണ്. അപ്പോ സി ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സിവാലിക് ആണ് കേട്ടോ, സിവാലിക് എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം എറണാകുളം ആണ്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? എറണാകുളം. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് വിശ്വനാഥൻ ആനന്ദ് ആണ്. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് വിശ്വനാഥൻ ആനന്ദ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ചിട്ടുള്ള കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹേമ കമ്മീഷൻ. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 2024 ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണ്. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ് ആണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക്കിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സിവാലിക് ആണ്.
ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം എറണാകുളം. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ് അല്ലെ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ചിട്ടുള്ള കമ്മീഷൻ ഹേമ കമ്മീഷനാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലാംഗ്വേജ് ലാബ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ക്യൂബ് ആണ്. എന്താണ് ഈ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഈ ക്യൂബ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലാംഗ്വേജ് ലാബ് ചോദിക്കുകയാണെങ്കിൽ ഈ ക്യൂബ് നമ്മുടെ ലേണിംഗ് സ്ക്വയർ അല്ലേ, ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ അല്ലേ, അതേപോലെ തന്നെ ക്യൂബ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓറഞ്ച് ബുക്കാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയിട്ടുള്ള പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഓറഞ്ച് ബുക്കാണ് കേട്ടോ. 2024 ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. 2024 ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചിയാണ്. ഓക്കെ, 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് കേട്ടോ. കേരള സ്കൂൾ ഒളിമ്പിക്സ് ആണ്, അപ്പൊ അത് കൊച്ചിയിലാണ്. അടുത്ത പോയിന്റ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ് ആണ് അല്ലെ. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ലാവോസ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ലാവോസ് ആണ്. അടുത്ത പോയിന്റ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയിട്ടുള്ളത് മനു ബാക്കർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഷൂട്ടിംഗ് ആണ് ഇവന്റ് എന്ന് പറഞ്ഞു അല്ലെ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഡൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? മനു ബാക്കറിനാണ് കിട്ടിയിട്ടുള്ള. ഷൂട്ടിംഗ് ആണ് ഇവന്റ്. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്ക കേട്ടോ. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്കയാണ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാ? വാഷിംഗ്ടൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ നാറ്റം വരുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ ആണ് കേട്ടോ. ഓക്കെ, എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരിയാണ് ആരാണ്? കാമ്യ കാർത്തികേയൻ. കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 വേദി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡിലായിരുന്നു. എവിടെയായിരുന്നു? കാസർഗോഡ്. കുടുംബശ്രീ അല്ലെ, കുടുംബശ്രീയുടെ കാ വെച്ചിട്ട് തന്നെ കാസർഗോഡായിരുന്നു കേട്ടോ. കാസർഗോഡായിരുന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെ നമ്മൾ പറഞ്ഞ? കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള ലാംഗ്വേജ് ലാബ് ഈ ക്യൂബ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകം ഓറഞ്ച് ബുക്ക്. 2024 ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം അമേരിക്ക. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചിയാണ്. ഓക്കെ, കൊച്ചി. 2024 ആസിയാൻ ഉച്ചകോടി വേദിയാകുന്ന രാജ്യം ലാവോസ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയിട്ടുള്ളത് മനു ബാക്കർ. ഷൂട്ടിംഗ് ആണ് ഇവന്റ്. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്ക. ഓക്കെ, 2024 വനിതാ ഏഷ്യ കപ്പാണ് ശ്രീലങ്ക. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ അത് കാസർഗോഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ബാക്കി 25 ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്തിട്ടുണ്ട്. മൊത്തം 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2 ദിവസമായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള കറണ്ട് അഫയർ സെഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 99 റുപ്പീസിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള 10 ഡേയ്സിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 99 റുപ്പീസ് ആണ് അതിന്റെ ചാർജ് വരുന്നത്. ലൈവ് സെഷൻ അതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഇംഗ്ലീഷിന്റെ കോഴ്സ്, ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ മാസം 20-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.